ഈ ഒരു ഓൾ അബൌട്ട് സൈക്കോളജി PG എൻട്രൻസ് എന്നുള്ള 2-day ഓൺലൈൻ വെബിനാർ സീരീസിന്റെ രണ്ടാമത്തെ ദിവസത്തിലാണ്. ലാസ്റ്റ് ഡേ. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നലെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഒന്ന് യൂണിവേഴ്സിറ്റീസ് ആണ് അല്ലെ, പ്രധാനമായിട്ടുള്ളത്. ഡിഫറെന്റ് കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു. ഡിഫറെന്റ് സ്പെഷ്യലൈസേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. ഐ ഹോപ്പ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് നമ്മൾ ഡിഫറെന്റ് എക്സാംസ് ഏതാ എന്നുള്ളത് വരെ എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു അല്ലെ. ഡിഫറെന്റ് എക്സാംസ് ഏതൊക്കെയാണുള്ളത് എന്നുള്ളത്. അപ്പോ ഏകദേശം ഒരു ധാരണ അബൌട്ട് ദാറ്റ് ഓൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്ന് എക്സാം പാറ്റേൺ ആൻഡ് സിലബസ് ആണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇപ്പം തുടങ്ങിയാലും കിട്ടുമോ, ഇനി എനിക്ക് വല്ല സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിനായിരിക്കും നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. മൂന്നാമത്തത് നമ്മളുടെ എന്താണ് ഈ ഒരു റെഫറൻസ് ബുക്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ എന്താണ് ഏറ്റവും ഈസി ടിപ്പ്, എന്താണ് ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ സെൻഡ് ലിങ്ക് ടു ദം ഓൾസോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ്. ഹിയർ ഇറ്റ് ഇസ് മീ സയ്യിദ് ഷഹീർ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആണെന്നൊക്കെ വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ അപ്പോ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എക്സാം പാറ്റേൺ ആൻഡ് സിലബസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആവുന്നത്? ഇപ്പൊ നമ്മളൊരു 5 കീ സ്റ്റെപ്സ് നമ്മളൊരു ഡ്രീം യൂണിവേഴ്സിറ്റീസിലേക്ക് പറഞ്ഞതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം എക്സാം പാറ്റേൺ ആൻഡ് സിലബസ് ആണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് പറയാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സ്ലൈഡ് ആഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാം. ഓക്കെ, അത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മളുടെ ഓൾറെഡി നമ്മൾക്ക് പരിചയമായിട്ടുള്ള നമ്മൾക്കൊരു പാറ്റേൺ ഉണ്ട്. ഓക്കെ, 2 തരത്തിലുണ്ടാവും ഒരു പാറ്റേൺ. ഒന്നാമത്തത് നമ്മളുടെ എന്താണ് എക്സാം പാറ്റേൺ അല്ലെ. രണ്ടാമത്തത് നമ്മളുടെ ലേണിംഗ് പാറ്റേൺ. ഓക്കെ, ലേണിംഗ് പാറ്റേൺ. ഞാനിവിടെ ലേണിംഗ് എന്നാണ് ഉപയോഗിക്കുന്നത് റാദർ ദാൻ സ്റ്റഡി എന്നുള്ളത് കേട്ടോ. കാരണം സ്റ്റഡി എന്നുള്ള വാക്കിനോട് നമുക്കൊരു അവേർഷൻ ഉണ്ടാവും. സൈക്കോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവേർഷൻ ഉണ്ടാവും, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും. അപ്പൊ നമുക്ക് സ്റ്റഡി എന്നുള്ളത് വിട്ടിട്ട് സൈക്കോളജി നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യാം, അറിഞ്ഞു തുടങ്ങാം. അപ്പോൾ അറിവിന്റെ ഒരു ലേണിങ്ങിന്റെ ഒരു സ്റ്റൈല്. എക്സാം പാറ്റേണിലുള്ള ഒരു സ്റ്റൈൽ എന്താന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ പ്രജുഡൈസ്ഡ് ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ തോന്നി ഒഫൻഡഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സെഷന്റെ ഇടയിൽ മൗനമായിട്ട് തെറി വിളിക്കാം. ഓക്കെ, അതായത് നമ്മൾ കഴിഞ്ഞ ഒരു 1, 2, 3, 4, 5 സെം ആയിട്ട് അല്ലെ, 5 സെം ഏകദേശം എക്സാം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു എക്സാം പാറ്റേൺ സ്റ്റൈൽ എന്താന്ന് വെച്ചാൽ, ഏകദേശം ഡിഗ്രി തുടങ്ങിയതിന് ശേഷം നമ്മളെ വീട്ടുകാർക്ക് പണ്ടൊക്കെ നമ്മൾ അറിയായിരുന്നു, 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്. കാരണം എന്താണ്, നമ്മളിങ്ങനെ പുസ്തകം കൊണ്ട് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോ നമ്മളെ പാരന്റ്സ് ഒക്കെ നമ്മൾക്ക് ഒരു എക്സാം സീസൺ ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ മിക്കവാറും നമ്മൾ എന്താണ് ഒരു ബുക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീറ്റ് കൊണ്ടോ ഒക്കെ നമ്മൾ ഇങ്ങനെ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ പാരന്റ്സിനൊക്കെ മനസ്സിലാവുന്നത് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഒരു 3-4 ദിവസത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്, എക്സാം ഉണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുക എന്നുള്ളതാണ് അല്ലെ. ആണോ? യെസ് ഓർ നോ? അതായത് വാട്ട് ഈസ് യുവർ സെൽഫ് പെർസെപ്ഷൻ? അതായത് ഡിഗ്രിക്ക് ചേർന്നേരെ പണ്ട് അയ്യോ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ശരിക്കും ഞാൻ വളരെ അന്നന്ന് പഠിക്കുന്നതൊക്കെ അന്നന്ന് പഠിച്ചു പോകുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ പഠിക്കാനിരിക്കുന്നത് സെമസ്റ്റർ എക്സാമിന്റെ തലേന്ന്, അതിന്റെ തലേന്ന്. എന്നിട്ട് എന്താണ്, നമ്മളെ കയ്യില് ചിലപ്പോ എല്ലാവരുടെ കയ്യിലൊന്നും നോട്ട്ബുക്ക് ഒന്നും ഉണ്ടാവില്ല. ചില ആളുകളെ കയ്യിലൊക്കെ, അപ്പൊ എന്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നത് ആകെ ഒരു ഒറ്റ നോട്ട്ബുക്കാണ്. ആ നോട്ട്ബുക്ക് ഫസ്റ്റ് നിന്ന് തുടങ്ങിയാൽ അതിൽ അബ്നോർമൽ സൈക്കോളജി ഉണ്ടാവും, തല തിരിച്ചിട്ട് ലാസ്റ്റ് നിന്ന് തുടങ്ങിയാൽ അതിൽ പേഴ്സണാലിറ്റി ഉണ്ടാവും, നടുവിൽ നിന്ന് കുറച്ച് ഫിസിയോളജി ഉണ്ടാവും, നടുവിൽ നിന്ന് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും. ഇങ്ങനെ എല്ലാത്തിനും കൂടി എന്താണ് ഒരു സിംഗിൾ നോട്ടാണ്. ഇതെല്ലാം കൂടി മീറ്റ് ചെയ്യുന്ന ഒരു അപൂർവ സംഘമൊക്കെ ഉണ്ടാവും. അയ്യോ, അബ്നോർമലും എന്താണ് ഫിസിയോളജി ഒക്കെ കൂടി മീറ്റ് ചെയ്യുന്ന ഒരു സംഗമ ഭൂമിയൊക്കെ ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ ഒന്നും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ. നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ, നിങ്ങൾ വളരെ മിടുമിടുക്കരായിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോ നമ്മൾക്കറിയാം, നമ്മൾ ഈ കഴിഞ്ഞ 4-5 സെമസ്റ്റർ എക്സാം എഴുതിയിട്ട് ചിലതൊക്കെ കയ്യിൽ നിന്ന് പോയി, പേപ്പർ പൊട്ടി എന്ന് വിചാരിച്ചത് പോലും പാസ്സായിട്ടുണ്ടാവും.
ചില ആളുകള്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായത് ഇത് അത്ര വലിയ പരിപാടി ഒന്നല്ല. ഒരു തലേന്നൊക്കെ ഇരുന്നാൽ പോലും എന്താണ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പാസ്സാവാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് സെമസ്റ്റർ എക്സാം. അതാണ് അതിന്റെ ഒരു നമ്മളൊരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് അതിന്റെ അതിന് കൊടുക്കുന്നൊരു മെത്തേഡ് ഉണ്ട്. കാരണം എന്താണ്, ഇപ്പോ ഒരു പേപ്പറിലാണെന്നുണ്ടെങ്കിൽ 5 യൂണിറ്റ് ഉണ്ടാവും. ആ 5 യൂണിറ്റിൽ തന്നെ 2 എസ്സേ, ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ വർഷം ഈ ചാപ്റ്ററിന് ചോദിച്ചു, അപ്പൊ ഈ വർഷം ഇത് ചോദിക്കില്ല. അപ്പൊ നമ്മൾ ഈവൻ ഒരു യൂണിറ്റ് ഒന്നും ഒട്ടും പഠിക്കാണ്ട് പോയാൽ പോലും നമുക്ക് അത്യാവശ്യം മാർക്ക് വാങ്ങാനുള്ള ഒരു മെത്തേഡൊക്കെ നമുക്കുണ്ട്. പിന്നെ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പുച്ചിഫിക്കേഷനോട് കൂടി കണ്ട പഠിപ്പിസ്റ്റ് എന്നൊക്കെ വിചാരിച്ചിരുന്ന കുട്ടിയൊക്കെ ആയിരിക്കും ലാസ്റ്റ് മൊമെന്റിൽ നമ്മളെ സേവിയർ, അല്ലെ, നമ്മളെ രക്ഷകൻ. കാരണം അയാള് മാം ഇത് എടുത്തിട്ടില്ല, മാം മിസ് ഇത് വിട്ടുപോയിട്ടുണ്ട്, മിസ് ഇതിന്റെ നോട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മിസ്സിന്റെ ഒക്കെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ നോട്ടും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ അവരെ എന്താണ് കോളേജ് വൈബ്സ് ഒന്നും ഇല്ലാത്ത പഠിപ്പി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ആൾ എന്ത് ചെയ്യും, എടി ഒരു വോയിസ് നോട്ട് അയക്ക്, ഒന്നൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ എക്സാമിന്റെ അന്നൊക്കെ രാവിലെ വന്നിട്ട് നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞു തന്നതൊക്കെ വെച്ചിട്ട് പരീക്ഷ എഴുതി പാസ്സാവുന്ന ഒരു മെത്തഡോളജി ഉണ്ടാവും. കാരണം ആകെ 5 യൂണിറ്റേ ഉള്ളൂ. ഒരു യൂണിറ്റ് പഠിക്കാൻ തന്നെ ഒരു 4 ദിവസം ഉണ്ടാവും, ഒരു പേപ്പർ പഠിക്കാൻ. അപ്പൊ ഈ ഒരു മെത്തഡോളജിയിലാണ് നമ്മൾ നമ്മളെ ലാസ്റ്റ് 4-5 സെമസ്റ്റർ ആയിട്ടുള്ള എക്സാംസ് എഴുതിയിട്ടുള്ളത്. ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്സേ ആണ് നമ്മൾ പഠിച്ചത്, അല്ലെ? ഇപ്പൊ നമ്മൾ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളോട് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് ചോദിച്ചാൽ എന്ത് ചെയ്യും, വലിയൊരു ട്രയാങ്കിൾ വരക്കും. അത് ഷോർട്ട് എസ്സേ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രയാങ്കിൾ വരക്കും, ലോങ് എസ്സേ ആണെന്നുണ്ടെങ്കിൽ വലിയ ട്രയാങ്കിൾ വരക്കും. ഇങ്ങനെയാണ് നമ്മളുടെ ഒരു എക്സാം പാറ്റേൺ. അതായത് എന്ത് ചെയ്യും, ഡിഡിന്റ് എഴുതുന്നതിന് പകരം ഡിഡ് നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലുതാക്കി ഇങ്ങനെ എഴുതും. അപ്പോ എസ്സേ എക്സാം എഴുതിയിട്ട് പാസ്സാവുന്ന ഒരു മെത്തേഡാണ് നമ്മൾക്ക് പലപ്പോഴും പരിചയം ഉണ്ടാവുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കാര്യം മക്കളെ ആ എക്സാമിനേഷന്റെ പാറ്റേൺ ആയിരിക്കും. ഓക്കെ, ട്രസ്റ്റ് മീ, ദ പാറ്റേൺ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആയിരിക്കും നമ്മളെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച്. കാരണം നമ്മൾ എസ്സേ പഠിച്ചു പോയ ആൾക്കാരാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് റൈറ്റ് അബൌട്ട് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഫൈൻ സ്ട്രക്ചറലിസം ആൻഡ് ഫങ്ഷണലിസം എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്തും, നമ്മൾ വാരി വലിച്ചെഴുതും. വില്യം വൂണ്ട് വിച്ച് ഈസ് ദ മോസ്റ്റ് കോൺട്രിബ്യൂട്ടറി പേഴ്സൺ ഹി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും. നമ്മളോടൊരു ഒരു കാര്യം ചോദിക്കുകയാണ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയാണ് ഹൂ റോഡ് ദ ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ദ വെരി ലെജൻഡറി പേഴ്സൺ ഇൻ സൈക്കോളജി ഹീ റോഡ് ദ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉത്തരം അതിലില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, അര പേജൊക്കെ അതിനെ കുറിച്ചിട്ട് എഴുതും. ഇൻ ദ ലേറ്റ് 18th century it was the marvelous contribution to the entire psychology, still it is relevant എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, എഴുതും. അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻട്രൻസ് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ നമ്പർ 1, ഓക്കെ, ഹൂ റോഡ് ദ ബുക്ക് ഹൂ റോഡ് ദ ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് ചോദിച്ചിട്ട് ABCD. എ വില്യം വൂണ്ട്, ബി വില്യം സ്റ്റേൺ, സി വില്യം ജെയിംസ്, അതുപോലെ പിന്നെ ഡി വില്യം ബാരൺ എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിച്ചാൽ നമ്മളെ സെം എക്സാമിന് നമ്മൾ ഒരു വില്യം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കി കൂട്ടക്ഷരം അങ്ങോട്ട് എഴുതും. അത് മിസ് വേണമെങ്കിൽ വൂണ്ടെന്നോ ജെയിംസ് എന്നോ ബാരന്നോ ആരോ വേണമെങ്കിലും എഴുതിക്കോ, വായിച്ചോളൂ, ഐ ഡോണ്ട് മൈൻഡ്, എനിക്ക് അതിലൊരു പരാതിയില്ല. പക്ഷെ എൻട്രൻസ് എക്സാമിനേഷൻ വളരെ സ്പെസിഫിക്കലി ആൻസർ ഏതാണ് എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. സോ മക്കളെ, എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് റെക്കഗ്നേഷൻ ആയിരിക്കും എൻട്രൻസ് എക്സാമിനേഷന്റെ പാറ്റേൺ. ഓക്കെ, മറ്റേതിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ റീകോളിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ് എസ്സേ എക്സാമിനേഷന് വരിക. രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ ഞാൻ പറയും എൻട്രൻസ് എക്സാം ആണ് എളുപ്പം. കാരണം നമുക്ക് ഈ റെക്കഗ്നൈസ് ആൻസർ നമ്മളെ മുമ്പിലുണ്ട്, നമ്മൾ ആലോചിച്ച് പോവൊന്നും വേണ്ട. പക്ഷെ അതിൽ നിന്ന്
ബാക്കി 3 അല്ല എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന, എലിമിനേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിക്കുക. കറക്റ്റ് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. മനസ്സിലായോ? ഇതിൽ പല ആളുകളും പല മെത്തേഡ് ഉപയോഗിക്കും. ഏറ്റവും യൂണിവേഴ്സൽ ആയിട്ട് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? അക്കള വിക്കള തവളാച്ചി മറിയം വന്ന് വിളക്കുതി ഫ ഫി ഫു എന്ന് പറഞ്ഞിട്ട് എവിടെയാണോ അവസാനിക്കുന്നത് അതെടുക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ മനസ്സിലൊരു നമ്പർ വിചാരിക്കും 9, എന്നിട്ട് ഇവിടുന്ന് തുടങ്ങും 1 2 3 4 5 6 7 8 9. യെസ്, ഇങ്ങനെ. ഈ ഒരു മെത്തേഡിൽ എന്താണ്, ലൈക്ക് റാൻഡം മെത്തേഡിൽ, റാൻഡം സാമ്പിളിംഗ് എന്നൊക്കെ പറയുന്നതായിരുന്നു നമ്മൾ സ്റ്റാറ്റിൽ പഠിക്കണ്ടല്ലോ. റാൻഡം സാമ്പിളിംഗ് മെത്തേഡിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആൻസർ കണ്ടുപിടിക്കാറുണ്ട്. ചില കേസിൽ കണ്ണുപൂട്ടും, എന്നിട്ട് എന്ത് ചെയ്യും, എവിടെയാണോ പെന്നിന്റെ എത്തുന്നത് ലീസ്റ്റ് നമ്പർ, ലീസ്റ്റ് ഡിസ്റ്റൻസ്, ഇങ്ങനെയൊക്കെ എക്സാം എഴുതുന്ന ആളുകളുണ്ട്. KKPP മെത്തേഡ് എന്നാണ് ആ ഒരു മെത്തേഡിന് പറയുക കേട്ടോ. കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നുള്ളത്. പക്ഷേ എൻട്രൻസ് എക്സാമിനേഷന്റെ പാറ്റേണിനെ കുറിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ പ്രിപ്പറേഷൻസ് പലപ്പോഴും വെള്ളം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ ആയിരിക്കും. കാരണം എന്താണ്, ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ, ഒറ്റ ഉത്തരം. ഓക്കെ, അപ്പൊ എന്താണ്, വളരെ സ്പെസിഫിക് ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളെ തലയിൽ ഇല്ലെങ്കിൽ, ഏത് വർഷമാണ് ഈ പുസ്തകം ഇറങ്ങിയത്, അപ്പൊ 1892, 1896, 1890 എന്നൊക്കെ പറഞ്ഞിട്ട് തരുമ്പോ ഇതിൽ നിന്ന് കറക്റ്റ് ആൻസറിലേക്ക് എത്തണമെങ്കിൽ ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻസ് ആയിരിക്കണം നമ്മളെ തലയിൽ കൂടുതൽ വേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് എക്സാം പാറ്റേൺ നിങ്ങൾക്ക് ഒരു വെല്ലുവിളി ആവാൻ സാധ്യതയുള്ള ഒരു ഫാക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. എന്തിന്? നമ്മളുടെ എക്സിസ്റ്റിംഗ് എക്സാം പാറ്റേണും അതുപോലെ തന്നെ ലേണിംഗ് പാറ്റേണും നമ്മളെ എൻട്രൻസ് എക്സാമിനേഷന്, വരാൻ പോകുന്ന എൻട്രൻസ് എക്സാമിനേഷന്റെ ഒരു മേജർ ചലഞ്ചായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് എന്ത് പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന, നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷനുകളിൽ ഏറ്റവും കൂടുതൽ MCQ വൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് എൻട്രൻസ് എക്സാമിനേഷനിൽ അതിന്റെ കൂടെ എസ്സേ ടൈപ്പ് ഡിസ്ക്രിപ്റ്റീവും കൂടി ഉള്ള വളരെ ചുരുക്കം ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് കാലടി യൂണിവേഴ്സിറ്റി, കുറച്ച് ക്വസ്റ്റ്യൻ വരും, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇവിടെയും കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തുണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാനുണ്ടാവും. ഇത് രണ്ടും കൂടി കൂട്ടുന്ന 1-2 യൂണിവേഴ്സിറ്റീസ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും MCQ ആയിരിക്കും നമ്മളെ എക്സാമിനേഷന്റെ പാറ്റേൺ. ക്ലിയർ ആയോ? എക്സാം പാറ്റേൺ എന്താണ് എന്നുള്ളത് അറിയാന്നുള്ളതാണ് ഫസ്റ്റ്. ഇനി രണ്ടാമത്തെ കാര്യം സിലബസ് ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. സിലബസ് നിങ്ങളിപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ CUETന്റെ ബേസിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ കാണിച്ചു ഒരുപാട് എക്സാമുകൾ നമ്മൾ എഴുതേണ്ടതുണ്ട് അല്ലെ. ഏകദേശം ഒരു 10-15ഓളം എക്സാമുകൾക്ക് നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യും. ഈ ഓരോന്നിനും സിലബസ് വേറെ ആയിരിക്കും. പക്ഷെ ജനറലി ചില യൂണിവേഴ്സിറ്റികളൊന്നും അവരുടെ സിലബസ് പ്രൊവൈഡ് ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ എൻട്രൻസ് എക്സാമിനേഷന്റെ സിലബസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ സ്ഥലത്തിലും ജനറൽ സൈക്കോളജി. ഞാൻ GP എഴുതുന്നു. ഇതിലാണ് 8-9 ചാപ്റ്റർ വരുന്നത്. എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ, സെൻസേഷൻ, പെർസെപ്ഷൻ, മോട്ടിവേഷൻ, ഇമോഷൻ, ലേണിംഗ്, ഇന്റലിജൻസ്, കൊഗ്നിഷൻ, കോൺഷ്യസ്നെസ്, മെമ്മറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏകദേശം 10 ചാപ്റ്ററുകൾ ഇവിടെ വരും. ഏകദേശം ഓരോ എക്സാമിനേഷനിലും ഒരു 60% ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ ജനറൽ സൈക്കോളജി ആയിരിക്കും. ഇവിടെ ഉണ്ടോ എല്ലാരും? ഞാനിങ്ങനെ റേഡിയോ ഓൺ ആക്കിയ പോലെ ഇങ്ങനെ പോവാണ്. ഇവിടെ ഉണ്ടോ? നിങ്ങളെ സ്പാൻ ഓഫ് അറ്റൻഷൻ ഒക്കെ വളരെ കുറവോ കൂടുതലോ എനിക്കറിയില്ല, ഓരോരുത്തരെ അനുസരിച്ചിട്ടാണ്. ഇവിടെ ഉണ്ടല്ലോ അല്ലെ? ബോറടിക്കുമ്പോ പറഞ്ഞട്ടോ. ചളികളൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് അബ്നോർമൽ സൈക്കോളജിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ. ഞാൻ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സമ്മറൈസ് ചെയ്തിട്ട് പറയാണ്. അബ്നോർമൽ സൈക്കോളജിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ. ഓക്കെ, സോഷ്യൽ സൈക്കോളജിയാണ് അടുത്ത ഏരിയ. സ്റ്റാർ ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. കണ്ടീഷൻസ് അപ്ലൈ എന്തിനാന്നുള്ളത് പറഞ്ഞുതരും. ട്വിസ്റ്റ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും മോസ്റ്റ് ലൈക്ഡ് ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സും റിസർച്ച് മെത്തഡോളജിയുമാണ്. ആശ്വസിക്കൂ, ആനന്ദിക്കൂ, ആഹ്ലാദിക്കൂ. ഓക്കെ, നിങ്ങളെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ഉള്ളത്. ഓക്കെ, തീർന്നിട്ടില്ല.
അടുത്തത് ഫിസിയോളജിയാണ്, ബയോളജിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിയോളജിയാണ് പിന്നെ വരാൻ പോകുന്ന ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ. അതിന്റെ കൂടെ ഡെവലപ്മെന്റൽ സൈക്കോളജി DP. ഓക്കെ, പിന്നെ എന്താണ്, പിന്നെ നമ്മളെല്ലാം കൂടി മിസലേനിയസ് ആയിട്ടുള്ള കൗൺസിലിങ്, അതുപോലെ തന്നെ OB, ഗോബി, ഓർഗനൈസേഷണൽ ബിഹേവിയർ കേട്ടോ, OB, ചെറിയ ഹെൽത്ത്, ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ എന്ത് വരും, എക്സാമിനേഷൻ ഉണ്ടാവും. ഓക്കെ, സന്തോഷായില്ലേ? എന്ത് സില്ലി സിലബസ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് നിങ്ങൾക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ചില എക്സാമുകളുടെ സിലബസ് മാത്രം ഒന്ന് പരിചയപ്പെടട്ടെ? ഐ മീൻ കാണണ്ടേ? കണ്ടിട്ടുണ്ടോ? ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അയ്യോ കാണണ്ട എന്നാണോ? കാണല്ലേ, നോക്കല്ലേ, പോവല്ലേ? 255. കൺഗ്രാജുലേഷൻ. ഇന്നലെ ഉള്ള ഏകദേശം അതേ നമ്പർ തന്നെ ഉണ്ട്. ഓക്കെ, സിലബസ് കാണാം അല്ലെ? നിങ്ങൾ ചാറ്റ് ബോക്സിനെ ഒന്ന് ഉപയോഗപ്പെടുത്തൂ. ഓക്കെ, അപ്പൊ ഇതാണ് CUET എന്ന് പറയുന്ന നിങ്ങളുടെ ഇന്നലെ നമ്മൾ വരച്ച ആ ഒരു എൻട്രി ഉണ്ടല്ലോ, ഇത് വാതില്. ഓക്കെ, വാതില്. ഓക്കെ, ഈ വാതിലിന്റെ സിലബസ് ആണ് HUQP 20. 75 ചോദ്യം ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, എല്ലാ ക്വസ്റ്റ്യനും എഴുതണം. പിന്നെ നെഗറ്റീവ് മാർക്കും എന്ത് ചെയ്യും, ഉണ്ടാവും. നെഗറ്റീവ് മാർക്ക് ഒന്ന് ശരിയായാൽ 4 മാർക്ക്, ഒന്ന് തെറ്റിപ്പോയാൽ 1 മാർക്ക് നെഗറ്റീവ്, ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. HUQP 20 ഉള്ള സിലബസ് നോക്കൂ നിങ്ങൾ. ജസ്റ്റ് 3 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് വരുന്നതാണ്. ഇത് നമ്മളുടെ എന്താണ്, ഫിസിയോളജി ആണ്. ലേണിംഗ് മെമ്മറി, വീണ്ടും ജനറൽ സൈക്കോളജി, സെൻസേഷൻ പെർസെപ്ഷൻ, ജനറൽ സൈക്കോളജി, ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, ഡെവലപ്മെന്റ് സൈക്കോളജി, അബ്നോർമൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ സൈക്കോളജി. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ സ്റ്റാർ ഇട്ടത് കണ്ടോ നിങ്ങള്? സോഷ്യൽ സൈക്കോളജി എന്തിലില്ല? CUET ആ ഒരു സിലബസിലില്ല. പക്ഷെ എന്താണ്, ബാക്കി എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും സോഷ്യൽ സൈക്കോളജി ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഇപ്രാവശ്യം പുതുതായിട്ട് അവർ ചോദിച്ചില്ലെങ്കിൽ, ഐ മീൻ ചോദിച്ചാൽ നിങ്ങൾ എന്നെ തല്ലാനൊന്നും പാടില്ല. കാരണം എന്താണ്, അവരുടെ ഒരു ഡിസ്ക്രിപ്റ്ററിയിൽ വരുന്നതാണ്. പക്ഷെ ഇതാണ് കറന്റ് സിലബസ് ഫോർ ദ CUET. സന്തോഷായോ? ഓക്കെ, ഇത് നമ്മളുടെ NFSUന്റെ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള NFAT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമിനേഷൻ കാണിച്ചില്ലേ? ക്ലിനിക്കൽ സൈക്കോളജിക്കും ന്യൂറോ സൈക്കോളജിക്കും ഫോറൻസിക് സൈക്കോളജിക്കും വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. നോക്കൂ ഇതിന്റെ സിലബസ്: ജനറൽ സൈക്കോളജി, റിസർച്ച് മെത്തഡോളജി, സ്റ്റാറ്റ്. ജനറൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ പോലും അതിൽ എന്തുണ്ട്, സ്കിസോഫ്രീനിയയും നെർവസ് സിസ്റ്റവും എന്താണ്, അതുപോലെ തന്നെ സോഷ്യലിലുള്ള ഗ്രൂപ്പും ആറ്റിറ്റ്യൂഡും ഒക്കെ ഉണ്ട്. അഥവാ ഈ എല്ലാം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ റിസർച്ച് മെത്തഡോളജി നല്ല ഇഷ്ടമല്ല നിങ്ങൾക്ക്? പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ്, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ അല്ലേ? അതൊക്കെ പഠിച്ചില്ലേ? ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. ഒരാൾക്ക് എന്താണ്, കാൽമുട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരാൾക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ ഗർഭിണിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് റിപ്പോർട്ട് തരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും ഒക്കെ പഠിക്കാം. അപ്പോ എന്താണ്, ഇതൊക്കെ വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതാണ് 50%, ബാക്കി രണ്ടും കൂടി 50%, റിസർച്ചും സ്റ്റാറ്റിയും. ഓക്കെ, ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലടാ. അൽ മുനീറ സൈഫുദ്ദീൻ, ജനറൽ ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്നാണ് എന്ത് നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, അതിന്റെ മുൻപത്തെ പ്രാവശ്യം വരെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സിലബസ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഏകദേശം 17ഓളം ടോപ്പിക്കുകൾ അവർ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സൈക്കോളജി, സൈക്കോഫിസിക്സ്, ബയോ സൈക്കോളജി, കൊഗ്നിഷൻ, സോഷ്യൽ പെർസെപ്ഷൻ, നാച്ചർ. ഓർമ്മയില്ലേ? ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ സെമിസ്റ്ററിലൊക്കെ പഠിച്ച കാര്യങ്ങൾ. ലേണിംഗ്, ഡിസ്ക്രിപ്റ്റീവ്, മെമ്മറി, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, പേഴ്സണാലിറ്റി, OB, കൗൺസിലിംഗ് സൈക്കോളജി. ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറിയാൽ ഈസിലി അവൈലബിൾ ആണ്. ഞാൻ എന്നാലും എന്താണ്, നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ക്ലിയർലി ആണ്. ഇത് ജാമിയ മില്ലിയുടെ സിലബസ് ആണ്. നോക്കൂ, 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 80 ക്വസ്റ്റ്യൻ സൈക്കോളജി, 20 ക്വസ്റ്റ്യൻ ജനറൽ നോളജ്, കറന്റ് അഫയർ. ആർക്കാണ് ഓസ്കാർ കിട്ടിയത്, ആർക്കാണ് മറ്റെന്താണ് ആറ്റം ബോംബ് ഇട്ടതിന്റെ പേരെന്താണ്, ഇങ്ങനെ ജനറൽ നോളജും കറന്റ് അഫയറും ബേസ്ഡ് ആയിട്ടുള്ള 20 ചോദ്യങ്ങൾ ഉണ്ടാവും. നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. ഞാനൊക്കെ എൻട്രൻസ് എഴുതിയ സമയത്ത്
ഇന്റർവ്യൂ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇന്റർവ്യൂ ഇല്ല കേട്ടോ. സിലബസ് നോക്കൂ, എല്ലാ ഏരിയ ഒന്നും ചോദിക്കും. ഹെൽത്ത്, ഫിസിയോളജി, അബ്നോർമൽ, OB, റിസർച്ച്, സ്റ്റാറ്റ്. ഇത് ഡൽഹിയിലെ ജാമിയ മില്ലിയയുടെ സിലബസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഇത് മണിപ്പാൽ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, മണിപ്പാൽ എൻട്രൻസ് ടെസ്റ്റിന്റെ സിലബസ് ആണ്. സോറി, ഇത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ഓരോ പേപ്പർ MSc സൈക്കോളജിയുടെ സിലബസ് ആണ് ഫസ്റ്റിലുള്ളത്. പാർട്ട് എയിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, ബേസിക് സൈക്കോളജി, ജനറൽ നോളജ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, എത്തിക്കല്, HRDM, അതുപോലെ തന്നെ ന്യൂറോ സൈക്കോളജിയുടെ സിലബസ് കാണുന്നില്ലേ നിങ്ങൾ? സൈക്കോ സോഷ്യൽ, എത്തിക്സ്, പിന്നെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിൻ്റെത്, ഓരോ കോഴ്സിന്റെയും എന്താണ് സിലബസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് മണിപ്പാലിന്റെ സിലബസ് നോക്കൂ. 60 മിനിറ്റ് 60 ചോദ്യം. അപ്പൊ ഒരു ചോദ്യത്തിന് എന്താണ് 1 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. ജനറൽ സൈക്കോളജിന്ന് 10 ചോദ്യം, അബ്നോർമലിന് 10 ചോദ്യം, സോഷ്യലിന് 10 ചോദ്യം, സൈക്കോളജിക്കൽ അസസ്മെന്റിന് 10 ചോദ്യം. ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് സിലബസ്. ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആണോ? സിലബസ് ഒക്കെ കണ്ടിട്ട്? യെസ്. ഓ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിലബസ് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ആദ്യമായിട്ട് ഒരു എൻട്രൻസിന്റെ സിലബസ് കാണുന്ന ആൾക്കാർ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു എൻട്രൻസിന്റെ സൈക്കോളജി എൻട്രൻസ് എക്സാമിന്റെ സിലബസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് യെസ് പറയോ ചാറ്റ് ബോക്സിൽ? എന്നാൽ ഈ സെഷൻ തൃപ്തിയായി. ആൾക്കാരുണ്ട് ഏതായാലും. ഓക്കെ. അപ്പം ഇതാണ് എന്ത് എൻട്രൻസ് എക്സാമിനേഷന്റെ സിലബസ്. അപ്പൊ ഞാനിവിടെ പാറ്റേണും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനേഷന്റെ സിലബസും ആണ് പറഞ്ഞിട്ടുള്ളത്. ചില യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡും കൂടി ഉണ്ടാവും. ഇന്റർവ്യൂ എന്ന് പറയുന്നത് എന്താണ്? പല രീതിയിൽ ഉണ്ടാവും. ചില സ്ഥലത്ത് ഇപ്പൊ ഉദാഹരണത്തിന് ടിസ് ആണെങ്കിൽ, ടിസ്സില് നിങ്ങൾക്ക് എന്താണ് CUET-യുടെ സ്കോറ് പ്ലസ് അവർ നടത്തുന്ന ഒരു ഓൺലൈൻ അസസ്മെന്റിന്റെ സ്കോറും കൂടി കൂട്ടിയിട്ടാണ് ഫൈനൽ ടിസ്സിന്റെ സെലക്ഷൻ ഉണ്ടാവുക. മനസ്സിലായോ? അതേപോലെ ഇന്റർവ്യൂ ഉണ്ടാവുന്ന മറ്റൊരു സ്ഥലമാണ് ഇപ്പൊ മണിപ്പാലിലേക്ക് ഇന്റർവ്യൂ ഉണ്ടാവും, ക്രൈസ്റ്റിലേക്ക് എന്തുണ്ടാവും ഇന്റർവ്യൂ ഉണ്ടാവും. ഇങ്ങനെ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് എന്ത് ഇന്റർവ്യൂ കൂടി ഉണ്ടാവുക. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ എന്താണ് ഡയറക്റ്റ് എൻട്രൻസ് എക്സാമിനേഷന്റെ ബേസിൽ തന്നെയാണ് എന്ത് ലൈക്ക് സിലബസ് വരുന്നത്. അലിഗഡില് ഇന്റർവ്യൂ ഇല്ലടാ. ആരാ ചോദിച്ചത്? ഹിബ കേട്ടോ. അലിഗഡില് ഇതിന്റെ സ്കോർ മാത്രമാണ് ഉള്ളത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളുടെ ഇന്നത്തെ സെഷനിൽ വളരെ കുറഞ്ഞ സമയമുള്ള അതിൻ്റെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ എക്സാം പാറ്റേണും സിലബസും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് പ്രധാനമായിട്ടും എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമിനേഷന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്. ക്രൈസ്റ്റ് ഒക്കെ ഫീ വേണ്ടേ? ഫീ വേണം. മദ്രാസ് യൂണിവേഴ്സിറ്റിന്റെ എന്താണ് സിലബസിൽ അത്യാവശ്യം ജനറൽ സൈക്കോളജി തന്നെയാണ് വരുന്നത് കേട്ടോ. ധന്യ. ഓക്കെ. ഫീ വേണ്ടേ എന്ന് ചോദിച്ചത് ദേവപ്രിയ. എല്ലാ സ്ഥലത്തേക്കും ഫീ വേണം കേട്ടോ. ഫീ ഇല്ലാത്ത എവിടെയും ഇല്ല, ഫ്രീ ആയിട്ട് എവിടെയും ഇല്ല കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ എൻട്രൻസ് എക്സാമിനേഷന്റെ ജെയിൻ യൂണിവേഴ്സിറ്റി എന്താണ് ചോദിക്കുന്നത്? സിലബസ് ആണോ? സിലബസ് ആണെന്നുണ്ടെങ്കിൽ ജെയിൻ യൂണിവേഴ്സിറ്റിൻ്റെത് ജനറൽ സൈക്കോളജി തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ. ഇനി നിങ്ങൾക്ക് അങ്ങനെ സ്പെസിഫിക്കലി ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിൻ്റെത് അറിയണമെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി. മിക്കവാറും യൂണിവേഴ്സിറ്റികളൊന്നും അത് പ്രൊവൈഡ് ചെയ്യാറില്ല. ഞാൻ പ്രൊവൈഡ് ഉള്ളത് കുറച്ച് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ കേരളത്തിലുള്ള ചില യൂണിവേഴ്സിറ്റികളുടെയൊക്കെ സിലബസിൻ്റെത് വീഡിയോ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, നമ്മളെ പെപ്പിന്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തത് ഞാൻ നമ്മളെ ഗ്രൂപ്പിലേക്ക് ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ. അപ്പൊ സിലബസ് ഞാനിങ്ങനെ ഓരോന്നിന്റെ കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒറ്റ എക്സാം മാത്രമല്ല എഴുതുന്നത്, ജനറൽ ആയിട്ടുള്ള എക്സാം ഒരുപാട് തന്നെ എഴുതും. അപ്പോൾ ഈ ജനറൽ സൈക്കോളജിയും അബ്നോർമലും സോഷ്യലും സ്റ്റാറ്റിയും ഫിസിയോളജിയും ഡെവലപ്മെന്റലും കൗൺസിലിങ്ങും OB-യും ഒക്കെ എന്തിലുണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. പോണ്ടിച്ചേരി CUT-യുടെ അണ്ടറിലാണ്. CUT-യുടെ സിലബസ് നമ്മൾ ഇവിടെ കാണിച്ചു. ഫാത്തിമ ഹിബ. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ഒരു സെക്ഷനിലേക്ക് പോവാം. എങ്ങനെയാണ് നമ്മൾ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞ എന്താണ് ഈ ഒരു സെഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, നമ്മൾ സിലബസും പാറ്റേണും ഫെമിലിയർ ആവുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. കാരണം എന്താണ്, ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്ത സിലബസും എൻട്രൻസിൽ ഉണ്ടാവും. ഉദാഹരണത്തിന് OB പഠിക്കാത്തവരില്ലേ? എനിക്കറിയില്ല, നിങ്ങൾ ചില യൂണിവേഴ്സിറ്റീസ് OB ഓർഗനൈസേഷൻ ബിഹേവിയർ ഇല്ലാത്തവർ ഒന്ന് കൈവന്തിക്ക്. യെസ്. OB എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കാത്ത ആളുകൾ ഒന്ന് യെസ് എന്ന് പറയോ ചാറ്റ് ബോക്സിൽ? ഓർഗനൈസേഷൻ ബിഹേവിയർ പഠിച്ചിട്ടില്ല.
ഓക്കെ, ഫോർ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ എന്താണ് ഇവർക്കൊന്നും നിങ്ങളെ സിലബസിൽ ഇല്ലാത്തത് പോലും എന്താണ് എൻട്രൻസിന്റെ സിലബസിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്താണ് സിലബസും പാറ്റേണും ഫെമിലിയർ ആവുക എന്നുള്ളതാണ് എന്ത് ഇമ്പോർട്ടന്റ്. 6th സെമ്മിലുണ്ട് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു സെഷൻ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി അറ്റൻഡ് ചെയ്യുക, വേണ്ട അങ്ങനെ ഇപ്പൊ ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്നാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഉപകാരപ്പെടുമെങ്കിൽ ഈ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് അയച്ചു കൊടുക്കട്ടോ. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്താണ് ആ സ്റ്റഡി പ്ലാനോട് ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മളെ മനസ്സിലൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? എന്താന്ന് വെച്ചാൽ എക്സാമിന്റെ തലേന്നൊക്കെ ഇരുന്നാണല്ലോ നമ്മളിപ്പോ ഇതുവരെ ഒരു 4-5 സെമ്മ് പോയത്. ഇതേപോലെ എൻട്രൻസും പോവും എന്നുള്ള ഒരു ബയാസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ബയാസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. കാരണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ സെം എക്സാമിന് ആകെ പഠിക്കുന്നത് എന്താണ്? ഒരു 4 പേപ്പർ ഉണ്ടാവും. ആ 4 പേപ്പറിൽ ഓരോ പേപ്പറിലും ഒരു 5 യൂണിറ്റ് ഉണ്ടാവും അല്ലെ? ഈ ഓരോ യൂണിറ്റ് പഠിക്കാനും നിങ്ങൾക്ക് മിനിമം ഒരു 2 to 3 ഡേ ഉണ്ടാവും. ഈ യൂണിറ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ എക്സ്പെക്റ്റഡ് ആയിരിക്കും. എന്നാൽ എൻട്രൻസ് എക്സാമിനേഷന്റെ മൊത്തം യൂണിറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? 30+ യൂണിറ്റുകൾ ഉണ്ട്. അയ്യോ, 30+ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ജനറൽ സൈക്കോളജിയിൽ ഒരു 10 ചാപ്റ്റർ, ആ ചാപ്റ്ററിന്റെ ഉള്ളിലുള്ള യൂണിറ്റ് ആണ് നിങ്ങൾ എക്സാമിന് പറഞ്ഞത്. ഇവിടെ 10 ചാപ്റ്റർ, അബ്നോർമലിൽ ഒരു 6 ചാപ്റ്റർ, സോഷ്യലിൽ ഒരു 6 ചാപ്റ്റർ, സ്റ്റാറ്റിയിൽ ഒരു 5 ചാപ്റ്റർ, ഫിസിയോളജിയിൽ ഒരു 5 ചാപ്റ്റർ. ഇങ്ങനെ എന്താണ് എത്ര ചാപ്റ്റേഴ്സിന്റെ എണ്ണം തന്നെ 30-ൽ കൂടുതലുണ്ട്. അപ്പൊ എന്താണ് തലേന്നിരുന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞ പരിപാടി ഇതിന് നടക്കൂല. അതാണ് ഞാൻ എന്ത് പറഞ്ഞതെന്നറിയോ? സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് വേണം എന്ന് പറയുന്നത്. കാരണം എന്താണ്, നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു സിലബസ്, പ്രത്യേകിച്ച് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ മറന്നുപോയ കുറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ എന്താണ് ഡിഗ്രിയിലൊക്കെ നമ്മൾ ഒരു പ്രത്യേക ഫിനോമിന ഉണ്ട്, ഒരു യൂണിവേഴ്സൽ ഫിനോമിന. ഒരു സാധനം സെം എക്സാമിന് വേണ്ടി പഠിക്കുന്നു, ആ സെം എക്സാം കഴിയുന്നതോടുകൂടി അത് മറക്കാൻ പറ്റുന്ന ഒരു അതുല്യമായ പ്രതിഭാസം നമുക്കുണ്ട് അല്ലെ? ശരിയാണോ തെറ്റാണോ? ആ സെം എക്സാം അങ്ങോട്ട് കഴിയുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? മറന്ന്, നമ്മളെ ഒരു തലയിലില്ല. വാട്ട് എ ഫിനോമിന അല്ലെ? പല എന്താണ് മെമ്മറിയിൽ കുറെ മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ചെയ്യാത്ത കാര്യം തന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അനസാറിന്റെ മെമ്മറി ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, കേട്ടിട്ടില്ലേ? പെപ്പിന്റെ ലൈവ് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതേപോലെ എന്താണ് സെം എക്സാമോട് കൂടി വിട്ടുപോയ പല സാധനങ്ങളും എല്ലാം നമ്മളെ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷന് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നല്ലൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം നിങ്ങളെ എന്താണ് ഓരോ യൂണിറ്റുകളും അതിലിപ്പോ നിങ്ങൾ 5th സെമ്മിലും 6th സെമ്മിലും ഒക്കെ പഠിക്കണത് അതോടുകൂടി തന്നെ അങ്ങോട്ട് എൻട്രൻസ് പോയിന്റിൽ അങ്ങോട്ട് പഠിക്കുക. എൻട്രൻസ് പോയിന്റിൽ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ടത് അല്ലെ? ഒരു ആളുടെ ഒരു പേര് പറയും, രാജു. രാജുവിന് എന്താണ്? രാജുവിന് പിന്നെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഉറക്കക്കുറവുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഒന്നിലും പ്രതീക്ഷയില്ല, അതുപോലെ തന്നെ അവൻ എന്താണ് ആളുകളോടൊന്നും വല്ലാണ്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ഏത് ഡിസോർഡറുമായി ബന്ധപ്പെട്ടതാണ് എന്ന ചോദ്യം വരുമ്പോൾ താഴത്ത് 4 ഓപ്ഷൻ ഉണ്ടാവും. എന്താണ്? ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ, ഡിപ്രഷൻ എന്ന്, അല്ലെങ്കിൽ എന്താണ് ആങ്സൈറ്റി, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡിപ്രഷന്റെ സിംറ്റംസ് അറിയാം. പക്ഷെ ഓപ്ഷൻസ് കാണുമ്പോൾ ഇത് ബൈപോളാർ അഫക്റ്റീവ് സ്കീസോഫ്രീനിയ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? എൻട്രൻസ് പോയിന്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവുക. ഇപ്പം പെപ്പില് ഉള്ള കുട്ടികൾക്ക് അറിയായിരിക്കും. ഇപ്പൊ നിങ്ങളെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി, ഓരോ ദിവസവും ചെയ്യേണ്ട ഒരു പ്ലാൻ ഉണ്ട്. എന്താണ് ഇന്ന് പഠിക്കേണ്ടത്? ഇപ്പൊ ഈ ഒരു 2 ആഴ്ച മെമ്മറിയാണ് പഠിക്കുന്നത്, മെമ്മറിയിലെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് കൃത്യമായിട്ട് ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ പ്രിപ്പറേഷൻ ഒരു പ്ലാൻ ഉണ്ടാക്കുക. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ലേണിംഗ് റിസോഴ്സുകൾ വളരെ കൃത്യമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം നിങ്ങളെ കയ്യിൽ ആകെ ഒരു ബാരൻ ഉണ്ടാവും. ഈ ബാരൻ കൊണ്ട് നമുക്ക് എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്.
മനസ്സിലായോ? ലേശ ബുദ്ധിമുട്ടാണ്. അപ്പൊ കൃത്യമായിട്ടുള്ള എൻട്രൻസിന്റെ ഒബ്ജക്റ്റീവ് സാധനങ്ങൾ കിട്ടുന്ന രീതിയിലുള്ള റിസോഴ്സസ് നമ്മളെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ എന്തൊക്കെയാണ് റിസോഴ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നാലാമത്തെ കാര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. കാരണം എന്താണ്, ഇപ്പൊ നിങ്ങളൊരു എൻട്രൻസ് എക്സാമിനേഷന് പോകുമ്പോ ആ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്, ഇപ്പോ ഇൻട്രഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലെ, ഫസ്റ്റത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 4 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, രണ്ടാമത്തത് സ്കൂൾ ഓഫ് തോട്ട് പഠിക്കാനുണ്ട്, മൂന്നാമത്തത് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി പഠിക്കാനുണ്ട്, നാലാമത്തത് മെത്തേഡ്സ് ഇൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ്, ഇപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ആരാണ് APA-യുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് ചോദിക്കുമ്പോൾ ഹിസ്റ്ററിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഹിസ്റ്ററിയിൽ നമ്മൾ ഓരോ വർഷങ്ങൾ വെച്ചിട്ടുള്ളത് പഠിക്കുമ്പോൾ 1892 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ജി സ്റ്റാൻലി ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എന്താണ് കറക്റ്റ് ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് അറിയാം ഇവിടെ നിന്ന് ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പം ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഓരോ ചാപ്റ്ററിൽ നിന്നും എന്ത് ചോദ്യങ്ങളാണ് എൻട്രൻസിന് വരിക എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് വളരെ ഫെമിലിയർ ആയിരിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എന്താണ്, മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എത്ര നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം. എന്താണ് മോക്ക് ടെസ്റ്റുകളുടെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഉണ്ടോ എല്ലാവരും? ചിലപ്പോൾ ഇന്നത്തെ സെഷൻ ഇന്നലത്തെ അത്ര ഇതായിരിക്കില്ല, എന്നാൽ പോലും ഇവിടെ ഇല്ലേ? ഐ മീൻ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കണത് കൊണ്ട് ഒന്നും തോന്നരുത്. ഓക്കെ, ഞാൻ ഒട്ടും എമ്പതറ്റിക് ഒന്നും അല്ല എന്ന് തോന്നുന്നു അല്ലെ, ഇങ്ങനെ ഒരു മോണോലോഗ് മാത്രം പറഞ്ഞിട്ട് തൽക്കാലം ക്ഷമിച്ച ആളുകൾ. ഓക്കെ ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എടുക്കുക. ഓക്കെ, ലേണിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുക. ഓക്കെ, ഈ ലേണിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ടോപ്പിക്കുകൾ ഉണ്ട് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ എന്താണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പേരന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷൻ ലേണിംഗ്, ലേറ്റന്റ് ലേണിംഗ്, പിന്നെന്താണ് ഇൻസൈറ്റ് ലേണിംഗ്, പിന്നെന്താണ് ഫോർ എക്സാമ്പിൾ ലേണിംഗ് അപ്ലിക്കേഷൻസ് അല്ലെ, അപ്ലിക്കേഷൻസ് ഓഫ് ലേണിംഗ്, തെറാപ്പീസ് റിലേറ്റഡ് ടു ലേണിംഗ്, ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഒരു ബാക്ക്വേർഡ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ കൺസെപ്റ്റ് ചോദിച്ചിട്ട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പോയിട്ട് എന്താണ് ഇവിടെ നിന്ന് നമ്മൾ ബാക്ക്വേർഡ് കണ്ടീഷനിങ് എന്നുള്ളത് പഠിക്കണം. പക്ഷെ ഞാൻ പറയുന്നത് എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങൾക്കുള്ള ഒരു എളുപ്പ വഴി എന്താന്ന് ചോദിച്ചാൽ, ഒരു ചാപ്റ്ററിൽ നിന്ന് ഇപ്പൊ ക്ലാസിക്കൽ കണ്ടീഷൻ നിങ്ങൾക്ക് എത്ര ചോദ്യം ഉണ്ടാക്കാൻ പറ്റും? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ യാൻ പാവ്ലോവിന്റെ മെത്തേഡ്, പാവ്ലോവിന്റെ നായ്ക്കുട്ടി, പാവ്ലോവിന്റെ എന്താണ് CR UCR എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കും അല്ലെ, പല ടൈപ്പ് ഓഫ് സാധനം, ഡിഫറെന്റ് കൈറ്റ്സ് ഓഫ്. ഇനി ഒപ്പേരന്റ് കണ്ടീഷനിങ് വരുമ്പോൾ എന്താണ് റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്, അല്ലെങ്കിൽ ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. അപ്പോ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഒരു ചാപ്റ്റർ ബേസിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു 200 ചോദ്യം നിങ്ങൾ ഈ ഓരോ ചാപ്റ്ററിൽ നിന്നും, ഇപ്പൊ ഇൻസൈറ്റ് ലേണിംഗ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്, ഇൻസൈറ്റ് ലേണിംഗിൽ എന്താണ് ഇവർ ഉപയോഗിച്ച കോഹ്ലർ അല്ലെ, കോഹ്ലറിന്റെ കൂടെ ഉണ്ടായിരുന്ന ചിമ്പാൻസിയുടെ പേരെന്താണ് ഫോർ എക്സാമ്പിൾ. അതായത് ഇൻസൈറ്റ് ലേണിംഗിൽ ആ എന്താണ് പഴക്കുല തട്ടിയിട്ട ചിമ്പാൻസിന്റെ പേരെന്താന്നുള്ളത് ചോദിക്കും. ഞാൻ പൊതുവെ പറയും അത് പഠിക്കുമ്പോ എന്താണ് നമ്മൾ സൽമാൻ ഖാൻ ഓർമ്മിച്ച് വെക്കണം, കാരണം സൽമാൻ ഖാന്റെ സിനിമേന്റെ പേരാണ് അത് അല്ലെ, സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസിന് ഒരു പരിധിയുണ്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ക്ലിയർ ആവും. ഇന്നലെ ഞാൻ സെഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഫസ്റ്റ് സീക്വൽ ഇട്ടായിരുന്നു അല്ലെ, ഒരു കഴിഞ്ഞ എന്താണ് ഒരു 12 വർഷം മുമ്പത്തെ കഥ ഓർക്കുന്നുണ്ടോ അറ്റൻഡ് ചെയ്ത ആളുകൾ? ഫോർ എക്സാമ്പിൾ ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ചിട്ട് യു റിമെമ്പർ ഞാൻ പറഞ്ഞിരുന്നു ഇത് എന്തിനാണ് എന്നുള്ളത് ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇതെന്താന്ന് ചോദിച്ചാൽ, എനിക്ക് എന്തുകൊണ്ടാണ് 2012 പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന്റെ എക്സാം ഈസി ആയെന്ന് ചോദിച്ചാൽ, ഞാൻ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എന്റെ മുമ്പിൽ വരുമ്പോൾ അത് എന്റെ ഷോർട്ട് ടൈം മെമ്മറിയിൽ ഉള്ളത് കൊണ്ട് എനിക്കത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ മുൻപിലേക്ക് വരികയാണെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് എളുപ്പല്ലേ, നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്താൽ പോരെ. അപ്പം നമ്മള് എന്താണ്
ആസ് മച്ച് ആസ് പോസിബിൾ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചാപ്റ്റർ വൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ചാപ്റ്ററിൽ നിന്നുള്ള കംപ്ലീറ്റ് എൻട്രൻസിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആവും. അപ്പം ഇതാണ് എന്ത് നമ്മൾ പ്രത്യേകിച്ച് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു മെച്ചം. അപ്പൊ ആ ചാപ്റ്റർ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ അനങ്ങൽ ഉണ്ടാവില്ല, പക്ഷെ എന്താണ് ഒരു 150 ചോദ്യം നിങ്ങൾ മെമ്മറിയിൽ നിന്ന്, ലേണിംഗിൽ നിന്ന്, ഫിസിയോളജിയിൽ നിന്ന് ചെയ്യുമ്പോൾ അതേ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഏതുപോലെ ഞാൻ 2010 ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് 2012 എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത സെയിം ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയതുപോലെ. അപ്പൊ ഇതാണ് മോക്ക് ടെസ്റ്റുകളുടെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇത് നിങ്ങൾ വിടാൻ പാടില്ല. ഓക്കെ, എത്ര പോസിബിൾ ആണോ അത്രയും തവണ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക, റിവൈസ് ചെയ്യുക. കാരണം എന്താണ് നമ്മൾ 2022 പഠിച്ച, നിങ്ങൾ ഫസ്റ്റ് ഇയർ 2022 അന്ന് പഠിച്ച കാര്യങ്ങൾ വരെ എന്താണ് ഇന്നിവിടെ ചോദ്യങ്ങളായിട്ട് വരും. ഓക്കെ, എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? മോക്ക് ടെസ്റ്റിന്റെ സൈറ്റ്സ് ഉണ്ടോ? മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആവും. ചിലത് പർച്ചേസ് ചെയ്യേണ്ടി വരും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കാൻ പറ്റും. ഇപ്പൊ പെപ്പിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഓരോ ചാപ്റ്റർ വൈസ് എന്താണ് ഓരോ യൂണിറ്റിന് തന്നെ എന്താണ് 15ഉം 20ഉം മോക്ക് ടെസ്റ്റുകളുണ്ട്. ഓരോ മോക്ക് ടെസ്റ്റിന്റെ ഉള്ളിലും 15ഉം 20ഉം ടെസ്റ്റുകളും ഉണ്ട്. പിന്നെ മെഗാ ടെസ്റ്റുകളും ഉണ്ട്. അപ്പൊ എന്താണ് ഒരു യൂണിറ്റിൽ നിന്ന് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പെപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പോസിബിൾ ആണ്. ടെസ്ല സെഷൻ കഴിയട്ടെടാ. ഓക്കെ, ജോയിൻ ചെയ്യാം. ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക്, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു എന്താണ് ന്യൂ ഇയർ ക്രിസ്മസ് ഗിഫ്റ്റ് കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി എന്താണ് അതും കൂടി നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം, നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം, മിഥിലാജ് സുൽത്താൻ. യെസ്, ഓക്കെ, നമ്മളെ മനസ്സിലുണ്ടാവുന്ന ഏറ്റവും വലിയൊരു ചോദ്യം, ഇനിയിപ്പൊ ഞാൻ തുടങ്ങിയാൽ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ്. എത്ര ആളുകളെ മനസ്സിലുണ്ട് ഈ ഒരു ചോദ്യം? ജസ്റ്റ് ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഇനി നോക്കിയിട്ട് കാര്യമുണ്ടോ എന്നുള്ള ആ ഒരു ചോദ്യമുള്ള ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് യെസ് പറയോ? മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. ഞാൻ ഒന്നും തുടങ്ങിയിട്ടില്ല, പൂജ്യമാണ് എൻ്റെ അവസ്ഥ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്, ഞാനാണ് പൂജ്യം കണ്ടുപിടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എനിക്ക് തുടങ്ങിയാൽ കിട്ടുമോ എന്നുള്ള ചോദ്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം അതിനെ അഡ്രസ് ചെയ്താൽ മതിയല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. അപ്പൊ അതില്ലെങ്കിൽ നമുക്ക് ആ ചോദ്യം സ്കിപ്പ് ചെയ്യാം അല്ലെ. ഞാൻ ആ സ്ലൈഡ് ആഡ് ചെയ്തത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ടാ. ഉണ്ടോ? ഓക്കെ, യെസ്, ഓക്കെ. അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മിക്കവാറും നമ്മളുടെ എൻട്രൻസ് എക്സാം CUET നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ഒരു അനുമാനത്തിൽ, നിങ്ങൾ പല യൂട്യൂബ് വീഡിയോയിലും മാർച്ചിൽ നിന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. മാർച്ചിലാണ് കഴിഞ്ഞ വർഷം നടന്നത് PG. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം മാർച്ചിൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ലോക്സഭാ ഇലക്ഷൻ കൂടി ഉള്ളത് കൊണ്ടാണ് മാർച്ചിൽ നടന്നത് PG. ഇപ്രാവശ്യം ഞാൻ കണക്കാക്കുന്നത് മാർച്ച് എൻഡിലോ ഏപ്രിൽ മാസത്തിലോ ആയിരിക്കും എക്സാമിനേഷൻ CUET ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ ബാക്കിയുള്ള എക്സാമിനേഷൻസ് കംപ്ലീറ്റ് ഉണ്ടാവുക, ഇൻക്ലൂഡിങ് നമ്മളെ കേരളത്തിലതും ഡൽഹി, ജാമിയ, അലിഗഡ്, മണിപ്പാൽ, ഇങ്ങനത്തതൊക്കെ ഉണ്ടാവുക മെയ്യുടെയും ജൂലൈയുടെയും ഇടയിലാണ്. ഏറ്റവും കൂടുതൽ എക്സാംസ് ഉണ്ടാവുക എന്താണ് മെയ് ജൂൺ മാസത്തിലാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിപ്പോ നമ്മളുള്ളത് ഡിസംബർ, ഏകദേശം 2024. 2025 നിങ്ങൾ ഡ്രീം യൂണിവേഴ്സിറ്റിയിൽ എത്തും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പം നോക്കുക, നിങ്ങൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഓക്കെ, മെയ്, ജൂൺ, 1, 2, 3, 4, 5, 6 മാസം നിങ്ങളെ മുമ്പിൽ ഏകദേശം ഉണ്ട്. 6 മാസം എന്ന് പറയുമ്പോൾ അറൌണ്ട് 180 ഡേയ്സ്. ഇനി നമ്മൾ എന്താണ് CUET നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 മാസം എന്ന് പറയുമ്പോൾ 430 അപ്രോക്സിമേറ്റ്ലി കൂട്ടിയിട്ട് ഒരു 120 ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അഥവാ 120 മുതൽ 180 ദിവസം വരെ നിങ്ങളെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഇപ്പം തുടങ്ങിയാൽ കിട്ടുമോ മാസേ എന്ന് ചോദിച്ചാൽ, പിന്നെ ഇപ്പം തുടങ്ങിയിട്ടില്ലെങ്കിൽ എപ്പോഴാ തുടങ്ങുക? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇപ്പം തുടങ്ങിയാലെങ്കിലും കിട്ടും. പക്ഷെ ഇപ്പോഴെങ്കിലും തുടങ്ങിയില്ലെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം എന്താണ്, നിങ്ങളെക്കാൾ മുമ്പേ തുടങ്ങിയ ആളുകൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോ നമ്മൾക്കൊരു PGക്ക് പോവുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം. അപ്പം ബെറ്റർ എന്താണ് ദാൻ നെവർ ലേറ്റ് എന്ന് പറയണത് പോലെ എന്താണ്
അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പോഴെങ്കിലും തുടങ്ങിയാൽ 120 ദിവസം നിങ്ങളെ മുമ്പിലുണ്ട്, 30 ചാപ്റ്റർ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. ഒരു ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ 4 ദിവസം നിങ്ങൾ കൊടുത്താൽ പോലും എന്താണ്, നിങ്ങൾക്ക് വളരെ സുഖസുന്ദരമായിട്ട് ക്ലിയർ ആവാം. ഈ 30 ചാപ്റ്ററുകളിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 18 ചാപ്റ്ററുകളാണ് ഉള്ളത്. എൻട്രൻസ് എക്സാമിനേഷൻ ഒരു 70% ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഒരു 4 ദിവസം മാക്സിമം അല്ലെ ഒരു 5 ദിവസം കൊടുത്താൽ പോലും എന്താണ് 25-100 ദിവസത്തിന്റെ താഴെ മതി നിങ്ങൾക്ക് എന്ത് ഇത് പഠിക്കാൻ. പിന്നെയും നിങ്ങൾക്ക് 20 മുതൽ എന്താണ് 50 ദിവസം വരെ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം സത്യം പറഞ്ഞാൽ ഇൻഫാക്ട് നിങ്ങളെ മുമ്പിൽ അത്യാവശ്യം എന്താണ് ദിവസങ്ങൾ നിങ്ങളെ മുമ്പിലുണ്ട്. മോർ ദാൻ ഇനഫ് ആണ് ദിവസങ്ങൾ. പക്ഷെ എന്താണ് ഇനിയെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഒരു ബോധോദയം വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പം ഈ ഒരു സ്റ്റേജിലേക്ക് പോകേണ്ടി വരും. അപ്പം ഈ ഒരു സ്റ്റേജിലേക്ക് കുറച്ചുകൂടി മുമ്പ് തുടങ്ങാം എന്ന് വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് എന്ത് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഈ ഒരു 180 ഡേയ്സ് അല്ലെ, അല്ലെങ്കിൽ 150 ഡേയ്സ് എന്ന് പറയുന്ന ഈ ഒരു നമ്പർ നിങ്ങളെ മുമ്പിലേക്ക് ഉപയോഗിക്കാൻ. ആലോചിച്ച് നോക്കടാ, ഒരു ചാപ്റ്റർ പഠിക്കാൻ മാക്സിമം 4 മുതൽ 5 ദിവസം മോർ ദാൻ ഇനഫ് ആണ്. മോർ ദാൻ ഇനഫ് ആണ്. അപ്പൊ നിങ്ങൾ എന്താണ് അതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ പരമാവധി എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിലെങ്കിലും തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈസിലി, ഞാൻ പറയുന്നത് ഈസിലി എന്താണ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിച്ച ഏരിയാസ് ആണ്. അപ്പൊ ഒന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് റീവിസിറ്റ് ചെയ്താൽ മതി ആ ഒരു ഏരിയയിലേക്ക്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സ്വപ്നമുണ്ട് ലൈഫിൽ, PGക്ക് പോകണം, നല്ല യൂണിവേഴ്സിറ്റി പോകണം, സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകണം, അല്ലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് പഠിക്കണം. എനിക്ക് 2025 ഞാൻ എന്ത് ചെയ്യും, നല്ലൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ PG ചെയ്യും, 2027 ഞാൻ സൈക്കോളജിസ്റ്റ് ആവും എന്നൊക്കെ ഡ്രീം ചെയ്യുമ്പോ ആ ഡ്രീമിലേക്ക് നിങ്ങൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നു, വാട്ട് യു ആർ ഡൂയിങ്, മനസ്സിലായോ? നിങ്ങൾ എത്രത്തോളം അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഡ്രീം ആക്ച്വലൈസ് ചെയ്യുന്ന ഒരു സാധനം. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനം എന്താണ്, നിങ്ങൾ ലേറ്റ് ആയോ കുറച്ച് കഴിഞ്ഞു പോയോ എന്നുള്ളതൊന്നും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട സാധനമല്ല. സ്റ്റിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് കിട്ടും. അതിനുള്ള സമയമുണ്ട്. കാരണം എന്താണ്, നിങ്ങളെ പോലെ തന്നെയാണ് ഏകദേശം ഒരു 85% കുട്ടികളും ഇതൊക്കെ കഴിയട്ടെ, ഇപ്പം പ്രൊജക്ട്, പ്രാക്ടിക്കൽ, വൈവ, റെക്കോർഡ് ഒക്കെ തലയിലുണ്ട്, എനിക്കൊരു സമയമില്ല എന്ന് വിചാരിച്ച് ഓടുകയാണ്. എല്ലാവരും ഓടുന്നതായതുകൊണ്ട് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് എന്താണ്, ഇനിയുള്ള ഒരു 6 മാസത്തിൽ എന്റെ പ്രിപ്പറേഷനിലേക്ക് ഞാൻ എന്താണ്, എന്റെ ദിവസങ്ങളിൽ ഞാൻ എന്റെ ഡ്രീമിന്, എന്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ടും കൂടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്. ഇപ്പൊ ഒന്നും ചെയ്യണില്ല അല്ലെ, ഇപ്പൊ ഒന്നും ചെയ്യണില്ല. പക്ഷെ എന്താണ്, ഞാൻ മെല്ലെ എന്റെ ഒരു ടൈമിൽ എന്റെ ഒരു ഡ്രീമിന് വേണ്ടിയിട്ടും കൂടി സമയം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഒരു PG എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സുഖസുന്ദരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മളെ എന്തിലാണ് നമ്മളെ ഒരു ഐഡന്റിറ്റിയിലേക്കും നമ്മളുടെ ഒരു ഡ്രീമിലേക്കും നമ്മുടെ അംബീഷനും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗ മച്ച് വി ആർ എന്താണ് ടേക്കിംഗ് എഫേർട്സ്. നമ്മള് എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും വലിയൊരു എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയപ്പെടുന്ന സെൽഫ് സെർവിങ് ബയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് സോഷ്യൽ സൈക്കോളജിയിൽ ഫണ്ടമെന്റൽ ആട്രിബ്യൂഷണൽ ബയാസ് പഠിക്കണില്ലേ, അതേപോലെ എന്ത് ചെയ്യും, നമ്മള് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഫാമിലിയുടെ ഭാഗത്ത്, എന്നെ ആരും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് നല്ല മെറ്റീരിയൽസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മള് മറ്റുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യും. എന്നാൽ സെൽഫ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മൾ ഭയങ്കര പിശുക്ക് കാണിക്കും പലപ്പോഴും. എനിക്കറിയില്ല, ഞാൻ പറയണത് പ്രജുഡൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരിക. ഓക്കെ, അതായത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ ചലഞ്ച് നമ്മൾ എന്താന്ന് വെച്ചാൽ, നമ്മൾ ബാക്കിയുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് ഭയങ്കര പ്രജുഡൈസ്ഡ് ആണ്, ഭയങ്കര ജഡ്ജ്മെന്റൽ ആണ്, ഭയങ്കര ടോക്സിക് ആണ് എന്നൊക്കെ പറയും അല്ലെ, നമ്മളെ കുറിച്ചിട്ട് നമ്മള് മറ്റുള്ള ആളുകളെ. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രജുഡൈസ്ഡും ജഡ്ജ്മെന്റലും ടോക്സിക്കും ഒക്കെ ആവുന്നത് പലപ്പോഴും നമ്മൾ തന്നെയാണ്. എന്നെ കൊണ്ട് അതൊന്നും നടക്കൂല, ഞാൻ ആഗ്രഹിച്ചതൊന്നും എന്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല, ഞാൻ സ്വപ്നം കണ്ടതൊന്നും എനിക്ക് നടക്കൂല, എനിക്ക് അങ്ങനെ ഒരു ഇതില്ല, എന്റെ സാഹചര്യം മോശമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും,
മറ്റുള്ള ആളുകളെക്കാൾ പലപ്പോഴും നമ്മൾ തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഐ വാസ് ഓൾസോ ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്ന അങ്ങനെ പറയാൻ കാരണം. അപ്പോ നിങ്ങളെ ലൈഫിൽ നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവുക, നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക. ഇന്നലെ നിങ്ങൾ ചോദിച്ചതുപോലെ എന്താണ്, എന്തിനു വേണ്ടി? നിങ്ങളെ ലൈഫിൽ ഒരു നല്ല ചേഞ്ചസ് കൊണ്ടുവരാനും, എക്സ്പോഷർ കണ്ടെത്താനും, ഡെവലപ്മെന്റ് ഉണ്ടാവാനും, ഇപ്പൊ ഉള്ള ഒരു സറൗണ്ടിങ് എന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടി ഒരു ഫ്രീഡം, കുറച്ചും കൂടി ഒരു എക്സ്പാൻഷൻ നിങ്ങളുടെ ലൈഫിലൊക്കെ ഉണ്ടാവണം. കുറെ യാത്ര ചെയ്യണം, ട്രാവൽ ചെയ്യണം, കുറെ സ്ഥലങ്ങൾ കാണണം, ആളുകളെ കാണണം, എക്സ്പീരിയൻസസ് ഉണ്ടാക്കണം. ഈ ഒരു കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് പോകണം എന്നൊക്കെ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാ, യു ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ഫോർ ദാറ്റ്. ഡു നത്തിങ് ഇസ് ഫാർ ബെറ്റർ ദാൻ എന്താണ്, ലൈക്ക് ഡു സംതിങ് ഇസ് ഫാർ ബെറ്റർ ദാൻ ഡു നത്തിങ് എന്നാണ് പറയാം. അപ്പൊ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു തുടങ്ങുക. നമുക്ക് വേണ്ടിയിട്ട്, ഫോർ അസ്, നമ്മൾക്ക് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പുറത്തു പോയി പഠിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസിന് ഓക്കെ നീ എന്നാ വേഗം പുറത്തു പോയിക്കോ എന്ന് പറയണമെന്നില്ല. ചിലപ്പോൾ വീട്ടുകാരൊക്കെ ചോദിക്കുന്നത്, പുറത്തൊക്കെ റിസ്ക് അല്ലേ, അതൊന്ന് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചാ പോരെ, എന്തിനാണ് പുറത്തൊക്കെ പോയി പഠിക്കുന്നതെന്നൊക്കെ. അതായത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ട് ഒന്നും ചിലപ്പോൾ എന്താണ് നമ്മളെ ചുറ്റുപാടുന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. ഐ ഡോണ്ട് നോ, നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ ബ്ലെസ്ഡ്, ദാറ്റ് ഇസ് എ ബ്ലെസ്സിങ് ഓഫ് എ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ലൈഫിലെ ചില നീഡ്സും ആഗ്രഹങ്ങളും ഒക്കെ എന്താണെന്നുള്ളത് കണ്ടെത്തി അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് നിങ്ങളെ ഈ ഒരു പീരീഡ് ഓഫ് ലൈഫിൽ, നിങ്ങളെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ഒക്കെ ആവാൻ സാധ്യത ഉള്ളതാണ് ഈ ഒരു PG പീരീഡ് ഒക്കെ. അപ്പോ അതിൽ നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളെ സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, only talk about psychology, crying in literature. This is for Sri Lakshmi, this is for എന്താണ് psychology orientation, I think. Okay, അപ്പം നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങളുടെ സമയത്തിലൊക്കെ കുറച്ചും കൂടി പ്രാധാന്യങ്ങൾ കൊടുത്ത് നിങ്ങൾ എന്താണ് ഒരു വൺ ഗോൾ ഇൻ യുവർ ലൈഫ് ആക്കിയിട്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് അടുത്തത്, നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട റെഫറൻസ് മെറ്റീരിയൽ, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒന്ന്, നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്ററുകളുണ്ട്. ഞാൻ അതിൽ ഏറ്റവും ബ്രീഫ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഇവിടെ കാണിക്കാം. ഓക്കെ, ഒന്ന്, ജനറൽ സൈക്കോളജിയും അതുപോലെ തന്നെ മറ്റ് ഏരിയകളൊക്കെ പഠിക്കാൻ, ജനറൽ സൈക്കോളജിയുടെ പ്രത്യേകിച്ച് ഏരിയ പഠിക്കാൻ എൻട്രൻസ് പോയിന്റിൽ വായിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ബുക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് തീംസ് ആൻഡ് വേരിയേഷൻ, വെയ്റ്റന്റെ തീംസ് ആൻഡ് വേരിയേഷനും അതുപോലെ അറ്റ്കിൻസൺ ഹിൽഗാർഡിന്റെ ബുക്കും സിസറലിയുടെ പുസ്തകവും ഒക്കെയാണ് ബെസ്റ്റ്. ഓക്കെ, ഞാൻ ഒരിക്കലും ബാരനെ ഞാൻ എന്താണ് ഒരു എൻട്രൻസ് പോയിന്റിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ നല്ലത് ബാരനാണ്. പക്ഷെ എൻട്രൻസ് പോയിന്റിലേക്ക് വരുമ്പോൾ മോർ കണ്ടന്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി നല്ലത് എന്താണ് ഈ പുസ്തകങ്ങളാണ്. നിങ്ങൾ ഇനി ബാരൻ ആണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് വിത്ത് ദാറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് 5AP എന്ന് പറയുന്നത് AP സൈക്കോളജിയുടെ മെറ്റീരിയൽ. ഇത് ഭയങ്കര ക്രിസ്പ് ആൻഡ് കണ്ണിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്തിരിക്കേണ്ട ഒരു റെഫറൻസ് മെറ്റീരിയൽ ആണ് GREയുടെ എന്താണ് മെറ്റീരിയൽ. അതിൽ ഓരോ വരിയും എന്താണ് നമ്മളെ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. സിസറലിയുടെ പുസ്തകമാണ്. അതൊക്കെ നല്ല, ഇതൊക്കെ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അതുപോലെ സോഷ്യൽ സൈക്കോളജി പഠിക്കാൻ ബാരന്റെ പുസ്തകം ഉണ്ട്. ബയോ സൈക്കോളജി പഠിക്കാൻ അതുപോലെ തന്നെ എന്താണ് പിന്നെ നിങ്ങൾക്ക് സെമ്പുലിംഗ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഹൈവാർഡിന്റെ പുസ്തകം ഉപയോഗിക്കാം. ഒരുപാട് മെറ്റീരിയൽ. പക്ഷെ ബയോ സൈക്കോളജി ഒക്കെ പുസ്തകം വായിച്ച് തീർക്കണം എന്നില്ല. അതിന് എന്താണ് സ്പെഷ്യൽ നോട്ട്സും മെറ്റീരിയൽസും ഉള്ളതും കൂടി എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ പറ്റും. സ്റ്റാറ്റി റിസർച്ച് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് മിശ്ര ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താണ് അനസ്താസി ഉപയോഗിക്കാം, കോത്താരി ഉപയോഗിക്കാം. ഇതൊക്കെ എന്താണ് സ്റ്റാറ്റിയും റിസർച്ചിനും ഒക്കെ നല്ല പുസ്തകങ്ങളാണ്. അപ്പോൾ എന്താണ് ജസ്റ്റ് റെഫറൻസ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് മെറ്റീരിയലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നമ്മൾ പെപ്പിന്റെ ഭാഗമായിട്ട് ഓഫ്ലൈൻ ആയിട്ട് ബുക്ക് ഇപ്രാവശ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറെ പേരൊക്കെ കയ്യിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അതിപ്പോ ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റും. ഇതിൽ എന്താണ് എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററും ടോപ്പിക്കും വളരെ കൃത്യമായിട്ട് എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് നോട്ടുകളും, അതായത് ഫുൾ മെറ്റീരിയൽ അല്ല, വളരെ എൻട്രൻസ് പോയിന്റിലായിട്ടുള്ളത് എന്താണ് നിങ്ങൾക്ക് കിട്ടും. അത് ആമസോണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, എൻട്രൻസിന് പ്രത്യേകിച്ചായിട്ടുള്ളത്. ഇതിന്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ.
ഓക്കെ. എന്നാൽ എന്താണ് ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ, ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് ഈ പുസ്തകങ്ങളെക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എൻട്രൻസിനുള്ള ഒരു ടിപ്പ് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദാറ്റ് ഈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. കാരണം അതാണ് എന്ത്, ദ റൈറ്റ് റെഫറൻസ് മെറ്റീരിയൽ. റൈറ്റ് റെഫറൻസ് മെറ്റീരിയൽ എന്ന് ചോദിച്ചാൽ എന്താണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇത് നിങ്ങളെ ഗ്രൂപ്പിൽ, നിങ്ങളിപ്പോൾ ഉള്ള ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ഇടക്കിടക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് ഇടും. ഓക്കെ. അല്ലെ അതും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നൊക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ഇപ്പൊ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഇതാ പോണ്ടിച്ചേരിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കിട്ടും. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒന്നും എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ല. അപ്പം ഇത് നമ്മളെ പെപ്പിന്റെ എന്താണ് ലൈക്ക് മെറ്റീരിയൽസ് ആൻഡ് ഇത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൊടുക്കുക. എന്താണ് ആ ബുക്കിന്റെ പേരെന്താണ്, ഇതാണടാ, ഇതാ സൈക്കോളജി സ്റ്റഡി ഗൈഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതാണോ ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിന്റെ ലിങ്ക് ഗ്രൂപ്പിലിടാം. ഓക്കെ. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കൂ, ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചാപ്റ്റർ വൈസ് തിരിച്ചിട്ടാണ് നമ്മളെ പെപ്പിന്റെ ആപ്പിലൂടെ എന്താണ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഏറ്റവും ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്നുണ്ടെങ്കിൽ ഐ വിൽ സേ ദാറ്റ് ഈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ. ഏകദേശം ഒരു 50 to 60 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. CUT PGയുടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ് ജാമ്യയുടെ അവൈലബിൾ ആണ്. പോണ്ടിച്ചേരി അവൈലബിൾ ആണ്. കേരള യൂണിവേഴ്സിറ്റിന്റെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ലൈക്ക് കാലടിയുടെ അവൈലബിൾ ആണ്. ഹൈദരാബാദിന്റെ അവൈലബിൾ ആണ്. ഇങ്ങനെ ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഉള്ള മിഷൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ 1 by 1 ആയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് എന്ത്, ഒരു പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയൽസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഞാൻ പറയും ഇതിൽ നിങ്ങൾ ഈ 5AP-യും GRE-യും ഒക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചാൽ പോലും എന്താണ്, നിങ്ങളുടെ ഫ്യൂച്ചർ എൻട്രൻസ് എക്സാമിനേഷന് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ നേരത്തെ ആളുകൾ ചോദിച്ചതുപോലെ എന്താണ്, നമ്മള് പെപ്പ് എന്ന് പറയുന്നത് 2016 ടീം ഇൻക്യുബേഷൻ എന്ന് പറയുന്ന നമ്മളുടെ ഓർഗനൈസേഷന്റെ അണ്ടറിൽ ഉള്ള 8ഓളം പ്രൊജക്ടുകളിൽ ഒരു പ്രൊജക്റ്റ് ആയിട്ട് തുടങ്ങിയതാണ്. ഈ വർഷം അത് 9ാമത്തെ ബാച്ചാണ് കേരളത്തിൽ നിന്ന് സൈക്കോളജിയുടെയും മറ്റു കോഴ്സുകളുടെയും ഒക്കെ പ്രിപ്പറേഷൻസിന് വേണ്ട കോച്ചിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ലൈവ് സെഷൻസ്, ഇപ്പൊ നിങ്ങളെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ടാവും, മിക്കവാറും ചില ആളുകൾ ഇവിടെ ഉള്ളവരുണ്ടാവും. ലൈവ് സെഷൻസ് ചാപ്റ്ററുകളുടെ വീക്കെൻഡുകളിലും എല്ലാ ചാപ്റ്ററുകളുടെയും റെഫറൻസ് വീഡിയോസ് ടോപ്പിക് വൈസ് റെക്കോർഡഡ് ആയിട്ടും ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ, അതായത് ഒരു ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റുകൾ എന്താണ് മോർ ദാൻ 200 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും, ആ ചാപ്റ്ററിൽ നിന്നുള്ള മെഗാ ടെസ്റ്റ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ളതും, അതുപോലെ തന്നെ എന്ത് പഠിക്കണം എന്നുള്ളതും, സിലബസും റെഫറൻസ് ബുക്സും എല്ലാ എൻട്രൻസ് നോട്ടിഫിക്കേഷൻസും, ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അവിടെ പഠിച്ച കുട്ടികൾ അവിടുത്തെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും അതിനെ പരിചയപ്പെടുത്തുന്ന മീറ്റ് ദ സ്കോളർ സെഷനുകളും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കരിയർ ഗൈഡൻസും മെറ്റീരിയൽസും ഒക്കെ എല്ലാം എന്താണ് ഒരൊറ്റ അംബ്രല കുടക്കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മളുടെ പ്രോഗ്രാമാണ് എന്ത്, പെപ്പ് എന്ന് പറയുന്നത്, പ്രീമിയർ എൻട്രൻസ് പ്രിപ്പറേഷൻ പ്രോഗ്രാം. അപ്പം ജസ്റ്റ് ഞാൻ ചില എന്താണ് പോസ്റ്ററുകളൊക്കെ ചുമ്മാ എന്താണ് പെപ്പിൽ നിന്നുള്ള നമ്മളെ പെപ്പിയൻസിന്റെ ചില ജസ്റ്റ് ബ്രീഫ് ആയിട്ട് ഞാൻ നിങ്ങളൊരു കാണിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ യൂണിവേഴ്സിറ്റിയിലും എന്താണ് കയറിയിട്ടുള്ള ആളുകൾ, അവിടുത്തെ ഇത് ജസ്റ്റ് 50 റാങ്കിന്റെ ഉള്ളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ എന്താണ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യത്തെ റിസൾട്ട് ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യം ക്വാളിഫൈ ചെയ്ത ആളുകൾ, MG യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസിന്റെ റിസൾട്ട് വന്നു. ആ സമയത്തുള്ള പോസ്റ്ററുകൾ നിങ്ങൾക്ക് പെപ്പിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയാൽ ഇതൊക്കെ കാണാം കേട്ടോ. ജസ്റ്റ് എന്ത് ഇതാണ് ഇവിടെ കാണിക്കുകയാണ്. ഇതൊക്കെ ആദ്യത്തെ 50 റാങ്കിലുള്ള പെപ്പ് സ്റ്റുഡൻസിന്റെ എന്താണ് ഫോട്ടോസ് ആണ്. കാലടി യൂണിവേഴ്സിറ്റി ആദ്യത്തെ 10 റാങ്കിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ പിള്ളേരുടെ റിസൾട്ട് ആണ്. അലിഗഡ് യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞു ആകെ 20 സീറ്റാണുള്ളത്, അതിൽ എന്താണ് ഏകദേശം അത്രയും കുട്ടികൾ. ജാമ്യയിലത്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഓരോ പഴയ പോസ്റ്ററുകൾ ഞാൻ എന്താണ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് എന്ത് പെപ്പിലുള്ള ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പെപ്പിന്റെ ക്ലാസ് നിങ്ങൾ ആരൊക്കെ ഒന്ന് ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ. അപ്പം ഇനി നിങ്ങൾക്ക് എന്താണ് പെപ്പില് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഓഫർ എന്താണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന് ഇനി ജോയിൻ ചെയ്യാത്ത ആളുകൾക്കും നമ്മളെ എല്ലാ വർഷവും കൊടുക്കുന്ന പോലെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ഉണ്ട് ഇപ്രാവശ്യത്തത്. നിങ്ങൾ ആ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും. നിങ്ങൾക്ക്
ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പെപ്പിന്റെ ആപ്പ് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 10 days നിങ്ങൾക്ക് അൺലിമിറ്റഡ് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയലും കൂടി എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്കും ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് നമ്മൾ ഈ ഒരു ന്യൂ ഇയർ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഉണ്ട്. അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. ഇനി നമ്മൾ എന്താണ് Q&A സെഷൻ, ഒരു 15 മിനിറ്റ് Q&A സെഷനിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. ഓൾമോസ്റ്റ് കഴിഞ്ഞ 2 ദിവസത്തെ സെഷനുകളിലായിട്ട് എന്താണ് ഡിഫറെന്റ് കോഴ്സസ്, യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യലൈസേഷൻസ്, പിന്നെ സിലബസ്, പിന്നെ പാറ്റേൺ, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, മെറ്റീരിയൽസ്, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരു 2 മണിക്കൂർ, ഇന്നത്തെ 1 മണിക്കൂർ, ഇന്നലത്തെ 2.5 മണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ സമ്മപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഓടിപ്പോയിട്ടുണ്ടാവാം, ഐ ആം സോറി. കാരണം എന്താണ്, അത്രയും കണ്ടന്റ് ഉള്ളത് ലിമിറ്റഡ് ടൈമിന്റെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്രാഷ് കോഴ്സ് ഉണ്ട് സാന്ദ്ര, ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്രാഷ് കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, പ്ലേസ്മെന്റിനെ കുറിച്ചിട്ട് ഇത് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുകയാണ്. ദിസ് ഇസ് മൈ നമ്പർ. ഓക്കെ, നിങ്ങൾക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും മെറ്റീരിയൽസ് ഒക്കെ പേഴ്സണൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എനിക്കൊന്ന് എന്ത് ചെയ്താൽ മതി? ജോയിൻ സൈ എന്ന് പറഞ്ഞിട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ലാസ്റ്റ് ആ മിഷൻ ഗ്രൂപ്പിൽ ഇങ്ങനെ കയറൂ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇട്ടതാണ് എന്റെ നമ്പർ. അതിലിട്ടാൽ ഐ വിൽ സേവ് യുവർ നമ്പർ ആൻഡ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത് പേഴ്സണൽ ആയിട്ടും കൂടി കിട്ടും. ഓക്കെ, ഇനി ചോദിച്ചത് എന്തൊക്കെയാണ്? പ്ലേസ്മെന്റിനെ കുറിച്ചിട്ട് പറയാം. ഓക്കെ, പ്ലേസ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു യൂണിവേഴ്സിറ്റിയും പ്ലേസ്മെന്റ് അഷ്യൂർ ചെയ്യില്ല. ഓക്കെ, അഷ്യൂർ ചെയ്യില്ല. പ്ലേസ്മെന്റ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് ഉണ്ടാവും. ഇപ്പൊ പല യൂണിവേഴ്സിറ്റികളിലും എന്തുണ്ടാവും? കരിയർ ഗൈഡൻസ് സെല്ലും പ്ലേസ്മെന്റ് സെല്ലും ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യും? ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ് ഒക്കെ വരും. അവിടെ നിന്ന് നമ്മൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പ്ലേസ്മെന്റ് തന്നെ ആലോചിച്ച് ആഗ്രഹിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് പ്ലേസ് ടിസ് ആയിരിക്കും. കാരണം ടിസ്സിൽ നിന്ന് എന്താണ് ഫൈനൽ ഇയർ ആവുന്ന കുട്ടികൾ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല സ്ഥലങ്ങളിൽ പ്ലേസ്ഡ് ആവാറുണ്ട്. മനസ്സിലായോ? മറ്റ് യൂണിവേഴ്സിറ്റികളൊന്നും ഡയറക്റ്റ് പ്ലേസ്മെന്റ് സർവീസ് എന്ത് ചെയ്യാറില്ല, പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറില്ല. പക്ഷെ ടിസ്സില് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഏറെക്കുറെ നല്ല പാക്കേജിൽ തന്നെ കിട്ടുന്നത് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യില്ല, പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് അഷ്യൂർ ചെയ്യില്ല. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അത് ജാമ്യയിൽ നിന്നല്ല, ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും. അങ്കണാദേവ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എക്സാം എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് അപ്ഡേഷൻ വല്ലതും വന്നോ സാർ? ഇപ്പം അപ്ഡേഷൻസ് വന്നിട്ടുള്ളത്, യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ആയിട്ടുള്ളത്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പൺ ആയിട്ടുണ്ട്. IIT ഗാന്ധിനഗറിലെ കൊഗ്നിറ്റീവ് സയൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. മദ്രാസ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ളത്. മണിപ്പാൽ ഓൾമോസ്റ്റ് ഈ വീക്കോ അടുത്ത വീക്കോ എന്നുള്ള രീതിയിൽ ഓപ്പൺ ആവും. മറ്റുള്ളതൊന്നും ഇപ്പൊ എന്ത് ചെയ്തിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ല. നമ്മളെ ഗ്രൂപ്പിൽ നിങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റീസും അഡ്മിഷൻ വിളിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? അവിടെ നോട്ടിഫൈ ചെയ്യും. ഓക്കെ, ഫീ സ്ട്രക്ചർ ഇൻ പെപ്പ്. സാന്ദ്ര, ഞാൻ എന്ത് ചെയ്യാം? അഡ്മിഷന്റെ ലിങ്ക്, അഡ്മിഷൻ നമ്പർ ഇടാം. അതിൽ കോണ്ടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പറഞ്ഞു തരും കേട്ടോ. കാരണം എന്താണ്, പിന്നെ പ്രീമിയം കോഴ്സിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടും ഫുൾ പേയ്മെന്റ് ആയിട്ടും ചെയ്യാം. അതിന് നിങ്ങൾ ഒരു ക്ലാസ്സിൽ നിന്ന് കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അതിന് ഓഫർ ഉണ്ട്. വൺ ടൈം പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഓഫർ ഉണ്ട്. ഇപ്പൊ ഇന്ന് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ തരും. ആ സ്പെഷ്യൽ ഓഫറിലൂടെ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെപ്പ് കിറ്റ്, നേരത്തെ പറഞ്ഞ ഈ ഫ്രീ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ നമ്മളെ മെറ്റീരിയൽ, ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം എന്താണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയാം കേട്ടോ, ഗ്രൂപ്പിൽ ഇടാം ഫീ സ്ട്രക്ചർ. ഓക്കെ, ഹന്ന ചോദിച്ചു അപ്ലിക്കേഷൻ ഡേറ്റ് ഫോർ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് എങ്ങനെയാ നമ്മൾ അറിയുക? അപ്ലിക്കേഷൻ ഡേറ്റ് ഗ്രൂപ്പിലിടും. പിന്നെ നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയി നോക്കാം. ഹന്ന, ഇപ്പൊ പെപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ റിമൈൻഡ് ചെയ്യും, ഇന്ന യൂണിവേഴ്സിറ്റീസ് അപ്ലൈ ചെയ്യൂ, ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള രീതിയിൽ. പിന്നെ എന്താണ്, നിങ്ങൾ ഇപ്പോൾ ഉള്ള മിഷൻ ഗ്രൂപ്പിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും,
യൂണിവേഴ്സിറ്റീസിന്റെ അപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ അറിയും. പ്രത്യേകിച്ച് നിങ്ങൾ സെം എക്സാം കഴിയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കൂലേ പല ആളുകളും, അപ്പോഴേക്ക് ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റിന്റെയും അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടും ഉണ്ടാവും, ചിലതിന്റെ ഒക്കെ എക്സാം ഡേറ്റ് വരെ ആയിട്ടുണ്ടാവും. അപ്പം മെയിൻ ആയിട്ട് ജനുവരി അതുപോലെ തന്നെ എന്താണ് ഫെബ്രുവരി മാസത്തിലാണ് ഈ പറയപ്പെടുന്ന അഡ്മിഷൻസ് അപ്ലിക്കേഷൻസ് വിളിക്കുക കേട്ടോ, അപ്ലിക്കേഷൻസ് വിളിക്കുക. ഓക്കെ, ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ്, ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഇപ്പം അഡ്മിഷൻ എടുക്കാം എടാ. അതായത് നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസും ലൈവ് സെഷൻസും ഒക്കെ ആയിട്ട് ഫുൾ ആയിട്ട് അഡ്മിഷൻ കിട്ടും. ഓക്കെ, നെറ്റ് എഴുതാൻ PG ഏതിൽ ചെയ്യുന്നതാണ് ബെറ്റർ? അപ്ലൈഡ് സൈക്കോളജി. നെറ്റ് എഴുതാൻ ഏത് എടുത്താലും ഒരു കുഴപ്പമില്ല ഗായത്രി. ഫോറൻസിക്കും ന്യൂറോ ഒക്കെ എടുക്കുന്നതിനേക്കാൾ നന്നാവുക ജനറൽ സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി പേപ്പറുകൾ എടുക്കുന്നതാണ്. ഇനി നിങ്ങൾ MPhilന് പോകുമ്പോൾ ചിലപ്പം ക്ലിനിക്കൽ സൈക്കോളജി എടുത്തുകൊണ്ട് ചില പേപ്പറുകളിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും കേട്ടോ. ഏതെടുത്താലും നിങ്ങൾക്ക് നെറ്റ് എഴുതാം, കാരണം നെറ്റിന്റെ സിലബസ് ഇതിനേക്കാൾ ആഴത്തിലാണ്. PGയുടെ സിലബസ് പരപ്പിലാണെങ്കിൽ നെറ്റിന്റെ സിലബസ് ആഴത്തിലാണ്. അപ്പം സിലബസ് എന്താണ്, ടോപ്പിക്കുകൾ ഏകദേശം സെയിം തന്നെയാണ്. PGയുടെ സിലബസ് ആവണമെന്നില്ല, അതായത് PGക്ക് നമ്മൾ പഠിക്കുന്നതല്ല നെറ്റിന്റെ വരിക. നെറ്റിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോയുടെ സിലബസ് കുറച്ചും കൂടി എന്താണ് സ്യൂട്ടബിൾ ആണ് കേട്ടോ. ഓക്കെ, can you send the previous day PPT which covers the topic of universities? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ചാരു, PPT ഞാൻ ഷെയർ ചെയ്യില്ല. ഐ ആം സോറി, എന്താണ് ഐ ആം വെരി സോറി. നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ ഉള്ള ഗ്രൂപ്പിൽ ഓരോ യൂണിവേഴ്സിറ്റീസിന്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, 1 by 1 ആയിട്ട് ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ടിസിന്റെ മീറ്റ് ദ സ്കോളർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനോ? ടിസിന്റെ മീറ്റ് ദ സ്കോളർ സെഷൻ പെപ്പിൽ ഓൾറെഡി കഴിഞ്ഞതാണ്. ഓക്കെ, അൽ മുനീറ ഐ വിൽ. ഓക്കെ ഓക്കെ, അതൊരു റിക്വസ്റ്റ് ആയിട്ട് എടുക്കാം. ടിസിന്റെയും ഇതുവരെ കഴിഞ്ഞ മണിപ്പാലിന്റെയും ക്രൈസ്റ്റിന്റെയും ഒക്കെ മീറ്റ് ദ സ്കോളർ സെഷൻസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഒരു ധാരണ കിട്ടും. ഓക്കെ, താങ്ക് യു മുനീറ. റഫറൻസിന് ഏതൊക്കെ ബുക്ക് ഒന്ന് പറയാമോ? ക്രിസ്പ് ആയിട്ടുള്ള അതല്ലടാ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. ഓക്കെ, ക്രിസ്പ് ആയിട്ടുള്ളത്, ക്രിസ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 10 ദിവസം നിങ്ങൾക്ക് പെപ്പിന്റെ ആപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നാളെ മുതൽ 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന്റെയും മെറ്റീരിയൽസ് കാണാം. ഞാൻ പറയും ദാറ്റ് ഈസ് ദ മോസ്റ്റ് ക്രിസ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഇനി നിങ്ങൾക്ക് അങ്ങനെ തന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ 5AP-യുടെയും GRE-യുടെയും ഒക്കെ മെറ്റീരിയൽസ് എന്താണ് കുറച്ചും കൂടി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഓക്കെ, പിന്നെ എന്താണ് ശ്രീലക്ഷ്മി, നിങ്ങളെ ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുക. ഞാനൊരു 15 മിനിറ്റ് ഇവിടെ, 15 മിനിറ്റ് മീൻസ് 8:45 വരെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. പിന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈക്ക് പേഴ്സണൽ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അതിൽ ഞാൻ കാണുന്നതിനൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾ ഇൻ കേസ് പെപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എല്ലാം അവിടെ എന്തായിരിക്കും, ഓൾ ക്വസ്റ്റ്യൻസ് വിൽ ബി അഡ്രസ്ഡ് there. ഓക്കെ, നോ വറീസ് അബൌട്ട് ദാറ്റ്. Non-psychology graduates stands a chance at cracking the psychology PG entrance. Okay, ശ്രീലക്ഷ്മി, നമ്മളെ എല്ലാ വർഷത്തിലെയും ബാച്ചിലും ഈ വർഷത്തെ ബാച്ചിലും നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി എന്താണ് BA ഇംഗ്ലീഷ്, BSW, അതുപോലെ തന്നെ BCom ഫിസിക്സിൽ നിന്നൊക്കെ ഈ പ്രാവശ്യം ഈവൻ LLB-യിൽ നിന്നുള്ള കുട്ടി വരെ ഉണ്ട്. അപ്പോ ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, സിലബസ് എല്ലാവർക്കും സെയിം ആണ്. ഓക്കെ, ഈ ഒരു 4 മാസത്തിന്റെ 4 മുതൽ 6 മാസത്തിന്റെ ഇടയിൽ ഈ ഒരു സിലബസ് കവർ ചെയ്ത് പ്രിപ്പയർ ചെയ്താൻ അൺകണ്ടീഷണലി എഫേർട്ട് എടുക്കാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ ശ്രീലക്ഷ്മി, ദിസ് ഈസ് വെരി പോസിബിൾ. ഓക്കെ, അത് ഒരു വലിയ സംഭവമേ അല്ല, പോസിബിൾ ആണ്. കൃത്യമായിട്ട് അതിന്റെ ഒരു സ്റ്റഡി പാറ്റേണും മെത്തേഡും എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും. കാരണം എന്താണ്, ലൈക്ക് ഈവൻ ലൈക്ക് നിങ്ങൾ നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുടെ മീറ്റ് ദ സ്കോളർ സെഷൻ വരെ ഉണ്ട്. ഇപ്പൊ അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ മീറ്റ് ദ സ്കോളർ എടുത്ത ഷെഹസാദി എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്നാണ്. അപ്പം എന്താണ്, എങ്ങനെയാണ് അവള് കാലടി യൂണിവേഴ്സിറ്റിയിലെ റാങ്കിലേക്ക് വന്നതും അലിഗഡിലെ ആദ്യത്തെ റാങ്കിലേക്ക് വന്നതും ജാമിയ ക്ലിയർ ചെയ്തെന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇറ്റ് ഇസ് പോസിബിൾ ശ്രീലക്ഷ്മി. ഓക്കെ, ദിവ്യ ചോദിക്കുന്നു, വിച്ച് ഇസ് ദ ബെസ്റ്റ് ടൈം ടു പ്രിപ്പയർ ഫോർ CUT PG ആസ് എ സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്? സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, നിങ്ങൾ ഇപ്പം പഠിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതായത് ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സിന് ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലും കൂടെ നോട്ട് ഉണ്ടാക്കിയാൽ
നിങ്ങളുടെ ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഭിക്കാം. പ്രത്യേകിച്ച് ഫൈനൽ ഇയർ ആകുമ്പോൾ പ്രൊജക്ട്, പ്രാക്ടിക്കല്, വൈവ, ടീച്ചേഴ്സ് ഇങ്ങനെ കറക്ഷൻ, അത് ഡാറ്റ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓടിക്കും. അപ്പം ആ സമയത്ത് കുറച്ചും കൂടി റിലാക്സ്ഡ് ഫോമിൽ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ് സൂൺ ആസ് ഏർലി നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നന്നായിരിക്കും. ദിവ്യ, സ്പെസിഫിക്കലി നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററുകൾ ഇപ്പോൾ ഫിസിയോളജിയും സ്റ്റാറ്റിയും ഒക്കെ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു എൻട്രൻസ് നോട്ട് കൂടി ഉണ്ടാക്കിയിട്ട് പഠിച്ചാൽ നന്നായിരിക്കും കേട്ടോ. മാരേജ് കൗൺസിലർ PG കഴിഞ്ഞാൽ ആവാൻ പറ്റും? യെസ്, ആവാൻ പറ്റും മാരുതി, ആവാൻ പറ്റും. ഓക്കെ, കൗൺസിലിംഗ് സ്പെഷ്യലൈസേഷൻ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. ഓക്കെ, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മാത്രമല്ലേ അല്ല സുഹൈൽ, നമ്മൾ ഈവൻ നിങ്ങളൊരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതാത്ത ആളുകൾക്ക് വരെ എന്ത് ചെയ്യാം, എക്സാം എഴുതാം. സപ്ലി ഉള്ള ആളുകൾക്ക് വരെ എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻസ് കൊടുക്കാം. നിങ്ങൾ റിസൾട്ട് അവൈറ്റനിങ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക കേട്ടോ. നിങ്ങളെ അഡ്മിഷൻ എടുത്തിട്ട് എന്താണ്, നിങ്ങൾക്ക് ഇത്ര ദിവസം വരെ സമയം തരും. മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് 30 ദിവസമാണ് തരിക. അതിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ചിലർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും, നമ്മൾ റിസൾട്ട് വന്നിട്ടല്ലേ അപ്ലൈ ചെയ്യുക, റിസൾട്ട് വരാൻ കാത്തു നിന്നാൽ നിങ്ങളുടെ ഒരു വർഷം എന്ത് ചെയ്യും, പോകും. ഓക്കെ, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് അഡ്മിഷൻ പറ്റുമോ അനു? സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നന്നായിട്ട് സെൽഫ്ലി പ്രിപ്പയർ ചെയ്യുക. ഇനി അതല്ല നിങ്ങൾ ഹൈലി ആസ്പിറന്റ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ലൈക്ക്, പക്ഷെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനാണ് നമ്മളെ പെപ്പിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ഹസീന, ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തു വെക്കാൻ ടൈം ആയോ? ക്രീമി ലെയർ മിക്കവാറും ക്രീമി ലെയർ നിങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട്, അതായത് ഒരു ജനുവരി ആവുമ്പോൾ എടുത്തു വെക്കുന്നതാണ് നന്നാവുക. കാരണം എന്താണ്, അവർ സ്പെസിഫിക്കലി പറയും ഇന്ന ഡേറ്റിന്റെ ശേഷമുള്ളത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ക്രീമി ലെയർ നിങ്ങൾ ഒരു ജനുവരിയിൽ എടുത്തു വെക്കുന്നതാണ് നന്നാവുക. ഹസീന, ഓക്കെ. സ്പോർട്സ് സൈക്കോളജി നമ്മൾ പറഞ്ഞു ഇന്നലെ, രാജസ്ഥാനിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സ്പോർട്സ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. പിന്നെ മണിപ്പൂരിലാണ് നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി. രാജസ്ഥാനിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് CUT തന്നെ എഴുതിയാൽ മതി. 25,000 എങ്ങാനും ഫീസ് ഉണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. തൈറ രാജസ്ഥാനിൽ കിട്ടും. കാരണം പൊതുവെ സ്പോർട്സ് സൈക്കോളജിക്ക് കോമ്പറ്റീഷൻ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ കിട്ടുമെന്ന് പറയാൻ കാരണം. സർ, ക്യാൻ യു പ്ലീസ് സെൻഡ് ദ പ്രീവിയസ് ഡേ PPT വിച്ച് കവേഴ്സ്? അത് ഞാൻ പറഞ്ഞു ചാരു. DU എക്സാം പാസ്സായി കഴിഞ്ഞു, CUT എക്സാം പാസ്സായി കഴിഞ്ഞു, സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റി. യെസ്, CUT എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് നോക്കുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യാൻ. അതിൽ രജിസ്ട്രേഷന് ചില യൂണിവേഴ്സിറ്റീസ് ഫീസ് വാങ്ങും, ചില യൂണിവേഴ്സിറ്റീസ് ഫീസ് വാങ്ങില്ല. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുക, അവര് ഈ പറയപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് ഇടുക. അപ്പൊ ഒരേ ആളുകൾ തന്നെ പല യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും. അപ്പൊ 270 സ്കോർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും, ടിസിന്റെ ലിസ്റ്റിൽ ഉണ്ടാവും, ഹരിയാനയിൽ ഉണ്ടാവും, പഞ്ചാബിൽ ഉണ്ടാവും, പോണ്ടിച്ചേരിയിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ എടുക്കുന്നത് പിന്നെ അടുത്ത വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ഇങ്ങനെ കയറി വരികയാണ് ചെയ്യുക. ഓക്കെ, എത്ര യൂണിവേഴ്സിറ്റീസും അപ്ലൈ ചെയ്യാൻ പറ്റും ഭദ്ര. ഓക്കെ, അപ്ലൈ ചെയ്യണമെങ്കിൽ കാശ് വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് ഭദ്ര. പൈസ ഫീസ് ഉണ്ടാവും അപ്ലൈ ചെയ്യാൻ. എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഫീസ് ഉണ്ടാവും കേട്ടോ. അപ്ലൈഡ് PG എടുത്തിട്ട് പിന്നെ സർട്ടിഫിക്കേഷൻ കോഴ്സ് എക്സ്ട്രാ ചെയ്താൽ സർട്ടിഫൈഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുമോ? ഇല്ലടാ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ RCI ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ആഫ്റ്റർ PG നമ്മൾ ചെയ്യണം സാന്ദ്ര. ഓക്കെ, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന്റെ ഞാൻ പറഞ്ഞു. 4 ഇയർ ഗ്രാജുവേഷന്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യാമോ? എന്താണ് പത്മതീർത്ഥ 4 ഇയർ ഗ്രാജുവേഷന്റെ കാര്യം എന്താണ് എന്നുള്ളത് കൂടി പറയൂ. ഓക്കെ, താങ്ക് യു. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റീസും എൻട്രൻസ് ആണ്. ഖദീജ നവാസ്, യെസ്. എൻട്രൻസ് എക്സാം 2020 എല്ലാ ഡീറ്റെയിൽസ് ഇപ്പോൾ ഉള്ള ഗ്രൂപ്പിൽ വരില്ലേ? യെസ്, വരും. അതിൽ വരും കേട്ടോ. ക്ലാസിന്റെ ഡീറ്റെയിൽസും ഒക്കെ അതിൽ വരും. ഓക്കെ, അഡ്മിഷൻ എടുക്കാനുണ്ടെങ്കിൽ അതും അതിന്റെ ഡീറ്റെയിൽസ് വരും. ഓക്കെ, കരിയർ കൗൺസിലിംഗ് ഞങ്ങൾ ഏത് സ്പെഷ്യലൈസേഷൻ? കരിയർ കൗൺസിലിംഗ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക, അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി എടുക്കുന്നതായിരിക്കും നന്നാവുക. യെസ്. ത്വൈഫ, കേരളത്തിൽ എന്താന്ന് മനസ്സിലായില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, യെസ്. എല്ലാ യൂണിവേഴ്സിറ്റീസും ഇന്നലെ ഞാൻ പറഞ്ഞില്ലേടാ എക്സാംസ് ഉള്ളത്. UG കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, എടുത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താണ്, ഓരോ വർഷവും ഈ കോമ്പറ്റീഷന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സെക്കൻഡ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഇതിലിപ്പോ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ആ ഒരു സ്ട്രെസ് ചിലപ്പോൾ അയ്യോ ഇപ്രാവശ്യം കൂടി കിട്ടിയില്ലെങ്കിൽ എന്നുള്ള ആ ഒരു സ്ട്രെസ് എലമെന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഐ പ്രിഫർ നിങ്ങൾ ഈ UGയുടെ കൂടെ തന്നെയാണ് 95 അല്ലെങ്കിൽ 99% ആളുകളും എൻട്രൻസ് ക്ലിയർ ചെയ്യാറ്.
ഒട്ടും സാഹചര്യം ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗ്യാപ്പ് എടുക്കുന്നതായിരിക്കും നന്നാവുക. പക്ഷെ ഗ്യാപ്പ് എടുക്കുന്നതും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു പർപ്പസിലാക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, സ്പോർട്സ് സൈക്കോളജി ഡീറ്റെയിൽസ് പറഞ്ഞു. NFSCയുടെ സെപ്പറേറ്റ് എക്സാം പറഞ്ഞു. യെസ്, NFAT എന്ന് പറഞ്ഞൊരു എക്സാം. ഹന്ന, ഓക്കെ. ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആവാൻ ഏത് സ്പെഷ്യലൈസേഷൻ? ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആവാൻ ഇന്ത്യയിൽ സ്പെഷ്യലൈസേഷൻസ് കുറവാണ്. ഏനപ്പുഴയിൽ ചൈൽഡ് സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ലത് നിങ്ങൾ അപ്ലൈഡ് സൈക്കോളജി എടുക്കുകയോ അതിൽ ക്ലിനിക്കൽ സൈക്കോളജി സ്പെഷ്യലൈസേഷൻ ചെയ്യുകയോ ആണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് PGക്ക് ശേഷം ചൈൽഡ് സൈക്കോളജിയിലുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സ് കൂടി ചെയ്താൽ അടിപൊളിയാവും കേട്ടോ. ഫാത്തിമ ഷെറിൻ. ഫോറൻസിക് സൈക്കോളജിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു, ഇന്നലെ പറഞ്ഞിരുന്നു. NFSU എന്ന് ചെയ്യുന്നതാണ് ബെസ്റ്റ് കേട്ടോ, കാരണം അവിടെയാണ് ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ മാത്രം വിചാരിക്കരുത്. കാരണം ഇപ്പൊ കേരളത്തിലെ ഫോറൻസിക് സൈക്കോളജിസ്റ്റിന്റെ എണ്ണം വളരെ കുറവാണ്. കാരണം അത് ഗവൺമെന്റ് അസിസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സെക്ടറിൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്നാൽ കൗൺസിലിംഗോ ക്ലിനിക്കലോ അപ്ലൈഡോ ഒക്കെ കഴിഞ്ഞ ഒരാൾക്ക് പ്രൈവറ്റ് ആയിട്ട് സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങാം. ഫോറൻസിക്കിന് എന്താണ്, പ്രൈവറ്റ് സെക്ടർ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് സെക്ടറിൽ ഒരു ലിമിറ്റഡ് ഓപ്ഷനും കൂടി ആയതുകൊണ്ട് നിങ്ങൾ ഒരു പർട്ടിക്കുലർ സ്ഥലം മാത്രം എടുക്കരുത്. ഇപ്പം ഹൈദരാബാദിലെ സെൻട്രൽ ഫോറൻസിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടോ CFRIയോ ഡൽഹിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെയൊക്കെ എന്താണ് അബ്രോഡും ഒക്കെ ഉള്ള പ്ലാനിൽ ഫോറൻസിക് സൈക്കോളജി എടുക്കാം. നിങ്ങൾ അങ്ങാടിയിൽ തന്നെ ജോലി കിട്ടണമെന്ന് വിചാരിക്കാറില്ല. PG അബ്രോഡ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആണ്. നമ്മൾ PG അബ്രോഡിന്റെ ഒരു സെഷൻ സ്പെസിഫിക്കലി കമ്മിങ് എന്താണ് ഒരു വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അത് അറ്റൻഡ് ചെയ്യാം. നല്ല കോസ്റ്റ്ലി ആയിരിക്കും ഒന്ന്. രണ്ടാമത്തത് മിക്കവാറും സ്ഥലങ്ങളിൽ 1 ഇയർ PG ആയിരിക്കും. തിരിച്ചു വന്നിട്ട് ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇയർ PG ആണ് പല സ്ഥലത്തും ഇന്ത്യയിലുള്ള എലിജിബിലിറ്റി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അബ്രോഡ് അത്രയും വലിയ പൈസ മുടക്കി പഠിക്കുകയാണെങ്കിൽ അബ്രോഡ് തന്നെ വർക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുന്നതായിരിക്കും നന്നാവുക. എന്നാലേ ആ പൈസ എന്ത് ചെയ്യുള്ളൂ, മുതലാവുള്ളൂ. ഓക്കെ, പക്ഷെ ഇന്ത്യയിലേക്കാൾ ഒരുപാട് അപ് ടു ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും എന്താണ് ലൈക്ക് കോഴ്സസ് വരെ എന്തുണ്ട് നമുക്ക് അബ്രോഡ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ഇയർ കാലിക്കറ്റ് അപ്ലൈ ചെയ്തു, ബട്ട് എക്സാം എഴുതുന്ന കഴിഞ്ഞില്ല. സോ ഇയർ അപ്ലൈ ചെയ്ത് എഴുതൽ ഓക്കെ അല്ലേ? ഡെഫിനറ്റ്ലി ഓക്കെ ആണ് തസ്ല. CUTക്ക് ശേഷം യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഡിഗ്രീന്റെ മാർക്ക് കൺസിഡർ ചെയ്യും. ഡിഗ്രീന്റെ മാർക്ക് ഓരോ യൂണിവേഴ്സിറ്റീസും മെൻഷൻ ചെയ്യും. ഇപ്പം അന്ന് നമ്മൾ പറഞ്ഞില്ലേ 50%, 55%. മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസിലേക്ക് 55% ആണ്. എന്നാൽ അതിനേക്കാൾ കുറവ് 40% മുതൽ എലിജിബിലിറ്റി ഉള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ ഓരോ യൂണിവേഴ്സിറ്റീസിന്റെയും ഡീറ്റെയിൽസ് ഇടുമ്പോൾ അതിൽ നിങ്ങൾ എലിജിബിലിറ്റി ഒന്ന് നോക്കിയാൽ മതി. ഇൻഫർമേഷൻ അബൌട്ട് അപ്ലിക്കേഷൻസ് വിൽ അപ്ഡേറ്റ് ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, ക്രിമിനൽ സൈക്കോളജി കോഴ്സ്. ക്രിമിനൽ സൈക്കോളജി എന്ന് പറഞ്ഞ കോഴ്സ് ഈ പറഞ്ഞതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റി കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കോഴ്സും ഇന്ത്യയിൽ വളരെ കുറവായിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ക്രിമിനോളജി വിത്ത് ഫോറൻസിക് എന്ന് പറഞ്ഞിട്ട് NFSUലുണ്ട്. അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക കേട്ടോ. ക്രിമിനൽ സൈക്കോളജി എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കോഴ്സ് റയറസ്റ്റ് ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മളെ എന്താണ് Q&A സെഷൻസ് ഞാൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്തില്ലേ? ഓൾമോസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഈ ഒരു 2 days ഇങ്ങനെ ഒരു കേട്ടിട്ടോ അറ്റൻഡ് ചെയ്തിട്ടോ കുറെയൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിയോ? എനിക്ക് നിങ്ങളെ സമയം വേസ്റ്റ് ആവരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറെയൊക്കെ കണ്ടന്റ് ടു കണ്ടന്റ് തന്നെ ഇങ്ങനെ സ്പെസിഫിക്കലി നിന്ന് സംസാരിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഐ ആം വെരി സോറി, എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വെൽനെസ് കൂടുന്നാണ് തിയറി പറയുന്നത്. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. HRDMO OBO സ്പെഷ്യലൈസേഷൻ ഉള്ള സ്ഥലങ്ങളിൽ എടുക്കുന്നതായിരിക്കും നന്നാവുക. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ എന്താണ് ഈ OB സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്നതാണ്. ഇനി സ്പെസിഫിക്കലി HRDM തന്നെ പഠിക്കാൻ ഇൻഡസ്ട്രിയൽ ഒരു ഓർഗനൈസേഷനിലെ ഒരു ആപ്ലിക്കേഷൻ ആണ് HRDM. അതിലാണ് കൂടുതലുള്ളത്. മദ്രാസ് യൂണിവേഴ്സിറ്റി ഇസ് എ ഗുഡ് ഓപ്ഷൻ. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഓക്കെ, പൈസ ഉണ്ടെങ്കിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക. അത്ര പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക. MPhil എത്ര ഇയേഴ്സ്? 2 years നികിത. ഓക്കെ, ആഫ്റ്റർ PG. ബിഹേവിയറൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ PG ലെവലിൽ ഇല്ല. ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയിൽ PG ചെയ്ത് പുറത്ത് വർക്ക് ചെയ്യുക, ഡെഫിനറ്റ്ലി, വൈ നോട്ട്? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത്. PG എന്ത് ചെയ്ത് PhD ഔട്ട്സൈഡ് ചെയ്യുന്നത് നല്ലതാണോ? വളരെ നല്ലതാണ്. അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർ ഐശ്വര്യ അഭിലാഷ് ഫ്രം എന്താണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കണ്ട.
എനിവേ ലൈക്ക് ഹാപ്പി ടു സീ യു ഓൾ ഹിയർ ഗൈസ്. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പെപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ്ലി കോൺടാക്ട് ചെയ്യാം. ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്മോൾ പേയ്മെന്റിൽ 499 എന്ന് പറയുന്ന ഒരു പേയ്മെന്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക്, അത് ഇന്ന് 12 മണി വരെ ഉള്ളതാണ്, രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസും ഓഫറും ഉണ്ട്. 10 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ 10 ദിവസത്തെ ഫ്രീ കോഴ്സിന്റെ ഇടയിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് പെപ്പിൽ ജോയിൻ ചെയ്യുന്നത് വേർത്ത് ആണോ എന്നൊക്കെ എടുത്ത് മൊത്തം സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വരെയുള്ള പേ ലേറ്റർ ഓപ്ഷൻ ഉണ്ട്. അപ്പം happy to see you all here. Thank you for your like very good active participation. Like I am very happy that you all very interested to work on yourself. So dears, happy Christmas, happy New Year. We will see you on later. Please continue in that group if you want to get more updates and all. I hope you got something from this last 2 days small sessions. Bye bye. See you. Take care. Good night. Bye.